ഹലോ ഹായ് വെൽക്കം ടു ക്രിസ്പർ ലേണിംഗ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ ഐസറിൽ ചോദിച്ച കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് നമ്മുടെ പ്രീവിയസ്ലി ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് 2025 വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കി നോക്കാം. ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സ് എന്നാണ് വരുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ദ വർക്ക് ഡൺ ഓഫ് വെൻ 1 mole ഓഫ് an ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഒരു മോൾ ഐഡിയൽ ഗ്യാസ് ആണ്, ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്, ഐസോതെർമൽ ആയിട്ട് പ്രോസസ് നടക്കുന്നു. ഫ്രം ദ വോള്യൂം V2 to V. ഓക്കെ, വിയിൽ നിന്നും 2V വോള്യത്തിലേക്കാണ് എക്സ്പാൻഷൻ നടക്കുന്നത്. അവർ പറയുന്നത് ഇൻ 2 equal steps ഓഫ് വോള്യൂം ഇൻ ലീനിയർ ഫാഷൻ. ഓക്കെ, 2 ഈക്വൽ സ്റ്റെപ്പിൽ എക്സ്പാൻഷൻ നടക്കുന്നുണ്ട്. അതിന് വേണ്ട വർക്ക് ഡൺ എന്ന് പറയുന്നത് 7/12 RT ആണ്. എങ്കിൽ ഹൗ മച്ച് മോർ വർക്ക് വുഡ് ബി ഡൺ ബൈ ദ ഗ്യാസ് ഇഫ് ഇറ്റ് ഈസ് എക്സ്പാൻഡിങ് ഇൻ 3 equal steps. ഓക്കെ, അപ്പോൾ 2 ഈക്വൽ സ്റ്റെപ്പിൽ V to 2V പോകുന്ന സമയത്ത് 7/12 RT ആണ് വർക്ക് ഡൺ എങ്കിൽ, അതേ പ്രോസസ്സ് V to 2V 3 സ്റ്റെപ്പിൽ നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ എന്തോരം എക്സ്ട്രാ വർക്ക് നമ്മൾ അവിടെ ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ 3 ഈക്വൽ സ്റ്റെപ്സിലാണ് നമ്മൾ ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. 3 ഈക്വൽ സ്റ്റെപ്സ്. 3 ഈക്വൽ സ്റ്റെപ്സിൽ വർക്ക് ചെയ്യണം. 1 mole ഐഡിയൽ ഗ്യാസ് ആണുള്ളത്. 3 ഈക്വൽ സ്റ്റെപ്പിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട വോള്യൂം എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ വോള്യൂം എന്ന് പറയുന്നത് എത്രയാ? വിയിലുണ്ടായിരുന്ന ആള് V to 2V ആണ് അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ വോള്യൂം എന്ന് പറയുന്നത് ഡെൽറ്റ V എന്ന് പറയുന്നത് 2V മൈനസ് V ആണ്, അഥവാ V ആണ്. ഇതാണ് നമുക്ക് ടോട്ടലി മാറ്റം വരുത്തേണ്ട വോള്യൂം എന്ന് പറയുന്നത്, വോള്യൂം ചേഞ്ച് എന്ന് പറയുന്നത്. അത് 3 ഈക്വൽ സ്റ്റെപ്പിൽ, 2 ഈക്വൽ സ്റ്റെപ്പിലാണെങ്കിൽ നമ്മൾ V2 V/2 പോകും. ടോട്ടൽ V ചേഞ്ച് എത്ര? 2 ഈക്വൽ സ്റ്റെപ്പിൽ എങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും? V/2 വെച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. V2 V/2, V/2 to V. ഓക്കെ, അന്ന് അതേസമയം നമുക്ക് V ചേഞ്ച് 3 സ്റ്റെപ്പിലാണെങ്കിൽ V/3 വെച്ചായിരിക്കും ഓരോ സ്റ്റെപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വോള്യൂം. ഓക്കെ, സോ ചേഞ്ച് ഇൻ വോള്യൂം എന്ന് പറയുന്നത് V ആണ്. അത് 3 സ്റ്റെപ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഈച്ച് സ്റ്റെപ്പ് നമ്മൾ ഇൻക്രിമെന്റ് എത്രയാണ് വേണ്ടി വരിക? ഓരോ സ്റ്റെപ്പിലും വേണ്ട ഇൻക്രിമെന്റ് എന്ന് പറയുന്നത് V/3 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് നോക്കി നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇനീഷ്യൽ വോള്യൂം V ആണ്. വിയിൽ നിന്നും എങ്ങോട്ടേക്ക് പോകണം? V/3 ഇൻക്രീസ് ചെയ്യണം. അതിൽ നിന്നും V+V/3 വന്ന ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയും. V+V/3 എന്ന് പറയുന്നത് 4/3V. അതിൽ നിന്നും വീണ്ടും ഒരു V/3 വന്ന സെക്കൻഡ് സ്റ്റെപ്പ്, അങ്ങനെ മൂവ് ചെയ്യണം. ഓക്കെ, സോ V2 V+V/3, V+V/3 എന്ന് പറഞ്ഞാൽ 4/3V. അപ്പൊ ഇതാണ് ഇനീഷ്യൽ വോള്യൂം, ഇതാണ് ഫൈനൽ വോള്യൂം. ഓക്കെ, നമ്മുടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് അതിന്റെ ഫൈനൽ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോള്യൂം അല്ലെ. ഫൈനൽ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോള്യൂം. സോ ഫൈനൽ പ്രഷർ എത്രയെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് ഫൈനൽ വോള്യൂം അറിയാം, എത്രയാ? 4/3V. അപ്പൊ എനിക്ക് ആ ഫൈനൽ പ്രഷർ കിട്ടണം. അതിനായിട്ട് ഞാൻ ഐഡിയൽ ഗ്യാസിഫിക്കേഷൻ യൂസ് ചെയ്യാൻ പോവുക. PV = nRT ആണ്. നമ്പർ ഓഫ് മോൾ ഓഫ് ഗ്യാസ് എന്ന് പറയുന്നത് 1 തന്നിട്ടുണ്ട്. എനിക്ക് വേണ്ടത് ഫൈനൽ പ്രഷർ ആണ്, അല്ല 4/3Vക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറാണ്. സോ P = നമ്പർ ഓഫ് മോൾ 1 ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിന് എന്തെന്ന് പറയാം? RT/V. RT/ വോള്യൂം. വോള്യൂം എന്ന് പറയുന്നത് എത്രയാ? നമ്മൾ കണ്ടു, 4/3V ആണ്. 4/3V. അപ്പൊ ഇതിനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുക 3RT/4V. ഓക്കെ, സോ ഫസ്റ്റ് സ്റ്റെപ്പിലെ വർക്ക് ഡൺ V/3 വെച്ചാണ് നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിലെ വർക്ക് ഡൺ എന്ന് പറയുന്നത് പ്രഷർ എത്രയാടാ? 3RT/4V ഇൻറ്റു ചേഞ്ച് ഇൻ വോള്യൂം. ചേഞ്ച് ഇൻ വോള്യൂം ഞാൻ പറഞ്ഞു, ഓരോരോ പ്രോസസ്സിലും ഉണ്ടാകുന്ന ചേഞ്ച് ഇൻ വോള്യൂം എന്ന് പറയുന്നത് എത്രയാണ്? V/3 ആണ്. ഓക്കെ, സോ V/3. ഇതിനൊന്നുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിയും കട്ട് ചെയ്യാം, 3 കട്ട് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടിയടാ? RT/4 കിട്ടി. സോ ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ. 3 ഈക്വൽ സ്റ്റെപ്പിലാണ് നമ്മൾ ആ പ്രോസസ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ എടുക്കുന്ന വർക്ക് ഡൺ എന്ന് പറയുന്നത് 3RT/4 ആണ്. സിമിലർലി സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് പോവുകയാണെങ്കിൽ വർക്ക് ഡൺ ഇൻ സെക്കൻഡ് സ്റ്റെപ്പ്. വർക്ക് ഡൺ ഇൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള വോള്യൂം നമ്മൾ എങ്ങനെയാണ് മൂവ് ചെയ്യണേ? വിന്ന് 4/3V ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. 4/3V ഒരു V/3 കൂടെ ചേഞ്ച് വരുത്തണം. അപ്പൊ നമുക്ക് പ്ലസ് ഒരു V/3 കൂടെ കൊടുത്താൽ
പറയടാ സെക്കൻഡ് സ്റ്റെപ്പ് വരും. അതിൽ നിന്ന് വീണ്ടും ഒരു v/3 കൊടുത്താൽ നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് ആകുമ്പോൾ നമ്മുടെ ഇനീഷ്യൽ വോളിയം 4/3v ആണ്. നമ്മൾ അതിലെ ഫൈനൽ വോളിയം എന്ന് പറയുന്നത് 4/3v പ്ലസ് ഒരു v/3 കൂടെ. ഓക്കെ, അപ്പൊ എത്രയാടാ വരിക? 3 ഞാൻ കോമൺ ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ 5v/3 വരും. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷർ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിലെ വർക്ക് ഡൺ കാണാൻ പറ്റും. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പിലെ പ്രഷർ ഇൻറ്റു ചേഞ്ച് ഇൻ വോളിയം. അതിലെ പ്രഷർ എന്ന് പറയുന്നത് അഗെയിൻ RT/V ആണ്. സോ പ്രഷർ ഇസ് ഈക്വൽ ടു RT/V അല്ലെ. വി ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് എത്രയാ? 5v/3. അങ്ങനെയാണെങ്കിൽ 3RT/5 എന്ന് വരും. ഓക്കെ ആണല്ലോ? ഐഡിയ കിട്ടിയല്ലോ? നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. സോ ഞാൻ ആ പ്രഷർ ഇവിടെ സപ്ലൈ ചെയ്തു. ചേഞ്ച് ഇൻ വോളിയം എന്ന് പറയുന്നത് v/3 ആണ്. v/3 കൊടുത്തു. ക്യാൻസൽ ചെയ്യാനുള്ളതെല്ലാം ക്യാൻസൽ ചെയ്ത സമയത്ത് എനിക്ക് എന്താ കിട്ടിയ? ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് വിയും ക്യാൻസലായി, 3യും 3യും ക്യാൻസലായി, RT/5 വന്നു. നേരത്തെ വന്നത് എന്താടാ? RT/4. ഇപ്പൊ വന്നത് RT/5. ഇനി എന്താ അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യണമെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഇപ്പൊ എന്താ വോളിയം വരുന്നത്? 5/3v. ഇനി ഒരു v/3 കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ വോളിയം എത്ര വരിക? പറ. 5/3v പ്ലസ് v/3. അത് എത്രയുടെ വരിക? 3 ഞാൻ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 2v വരും ഫൈനൽ വോളിയം. അപ്പോൾ നിങ്ങൾ ഇനി 2vക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൽ പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക. സെയിം ലൈക്ക് വർക്ക് ഡൺ ഇൻ തേർഡ് സ്റ്റെപ്പ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇതുപോലെ ചെയ്താൽ മതി. ഞാൻ ഇനിയും ചെയ്യുന്നില്ല. RT/6 ആയിരിക്കും. അപ്പോ ഈ ഒരു പ്രോസസ്സ് മക്കളെ 3 സ്റ്റെപ്പിൽ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് എത്രയൊക്കെയാണ് വരുന്നത്? RT/4, RT/5 ഫസ്റ്റ് സ്റ്റെപ്പിൽ, RT/4 സെക്കൻഡ് സ്റ്റെപ്പിൽ, RT/5 തേർഡ് സ്റ്റെപ്പിൽ, RT/6 ആണല്ലോ. ഇതാണ് 3 സ്റ്റെപ്സിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിലുള്ള വർക്ക് ഡൺ. ടോട്ടൽ വർക്ക് ഡൺ ഇൻ 2 സ്റ്റെപ്പ് ഓൾറെഡി ക്വസ്റ്റിന്റെ അകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. എത്രയാ തന്നിട്ടുള്ളത്? ക്വസ്റ്റിന്റെ അകത്ത് നമുക്ക് 7/12 RT എന്നും തന്നിട്ടുണ്ട്. അപ്പൊ 2 സ്റ്റെപ്പിൽ ചെയ്യുകയാണെങ്കിൽ 7/12 RT, 3 സ്റ്റെപ്പിൽ ചെയ്യുകയാണെങ്കിൽ RT/4 പ്ലസ് RT/5 പ്ലസ് RT/6 ആണ്. ഓക്കെ, ഇതിന്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 2 സ്റ്റെപ്പിൽ ചെയ്യുന്ന പ്രോസസ്സ് 3 സ്റ്റെപ്പിൽ ചെയ്യുകയാണെങ്കിൽ എന്തോരം കൂടുതൽ വർക്ക് ചെയ്യണം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. ഹൗ മച്ച് മോർ വർക്ക് വുഡ് ബി, റൈറ്റ്? അപ്പൊ അതിന്റെ ഡിഫറൻസ് എടുത്താൽ മതി. അപ്പൊ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഇൻ 3 സ്റ്റെപ്സ് മൈനസ് ടോട്ടൽ വർക്ക് ഡൺ ഇൻ 2 സ്റ്റെപ്പ് ചെയ്യുകയാണെങ്കിൽ RT/4 പ്ലസ് RT/5 പ്ലസ് RT/6 ഡിവൈഡഡ് ബൈ 7/12 RT എന്നാവും. ഞാനതിന്റെ LCM എടുക്കാൻ പോവാ. എല്ലാം കൂടെ ഞാൻ 60ലേക്ക് എത്തിച്ചു. ഡിനോമിനേറ്റർ ഞാൻ 60 ആക്കി. ഓക്കെ, ഡിനോമിനേറ്റർ 60 ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4നെ എന്ത് ചെയ്യേണ്ടി വരും? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പൊ ഇവിടെ 15 RT എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് 5 60 ആവണമെങ്കിൽ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. കറക്റ്റ് അല്ലേ? സോ 12 RT എന്നായി മാറും. 6നെ 60 ആക്കണമെങ്കിൽ ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 10 RT എന്നായി മാറും. 7/12 RT നമുക്ക് എന്ത് ചെയ്യണടാ? 12നെ 6 ആക്കണം. അപ്പൊ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മൈനസ് 7 × 5 35 അല്ലേ വരിക? 35 RT എന്നായി. അപ്പൊ ഇതിന്റെ കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിന്റെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതും ക്യാൻസൽ ആയാൽ ബാക്കി -20 വരും. ഇതും ക്യാൻസൽ ആയാൽ ബാക്കി -10 വരും. ഇതും ക്യാൻസൽ ആയാൽ 2 RT ഉണ്ടാവും. 2 RT/60 എന്ന് വരും. 2 RT/60 എന്ന് പറയുന്നത് നമുക്ക് ഒന്നും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ RT/30 എന്നായി മാറും. ഓക്കെ, RT/30. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ടോ നോക്കാം. ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം. എത്രയാണ് നമുക്ക് കിട്ടിയ? RT/30, 1/30 RT. ഓക്കെ, അപ്പൊ നമുക്ക് C ഓപ്ഷൻ എടുക്കണം. ഓക്കെ, ഒരു മിനിറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഒരു മോക്ക് ടെസ്റ്റ് പോലെ അതേ ഇന്റർഫേസിൽ ചെയ്തു നോക്കണം. 2017 മുതൽ 2025 വരെയുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. പല ടെസ്റ്റുകളും ഫ്രീ ആണ്. ആൻഡ് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടുണ്ടാക്കിയ 20 മോക്ക് ടെസ്റ്റ് ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും നമ്മളെ പോലെയുള്ള അലൂമിനൈസും കൂടെ ചേർന്നിട്ട് ഉണ്ടാക്കിയ ഒരു 20 മോക്ക് ടെസ്റ്റും ഡീറ്റെയിൽഡ് സൊല്യൂഷനും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. അപ്പൊ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോ നിങ്ങൾ ഇതുപോലെ എല്ലാ ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്യുക. അടിപൊളിയായിട്ട് ഐസർ ക്രാക്ക് ചെയ്യുക. ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ കാര്യങ്ങൾ നടക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ chemical kinetics എന്നുള്ള ക്വസ്റ്റ്യൻ. അറ്റ് എ പെർട്ടിക്കുലർ ടെമ്പറേച്ചർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ. ക്വസ്റ്റ്യനിലെ റേറ്റ് കോൺസ്റ്റന്റ് വന്നിട്ട് 5 × 10⁻⁵.
And the unit of the pre-exponential factor of the Arrhenius equation for this reaction is അതിന്റെ pre-exponential factor Arrhenius constant യൂണിറ്റ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ തന്നിട്ടുള്ള പ്ലോട്ട് R0 ഇനീഷ്യൽ കോൺസെൻട്രേഷൻ വേഴ്സസ് ഹാഫ് ലൈഫ് പീരീഡ് പ്ലോട്ട് ഐഡന്റിഫൈ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ അവരുടെ ഡിഫറെന്റ് പാറ്റേണിൽ ചോദിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് ഓർഡർ അറിയാമെങ്കിൽ ഇനീഷ്യൽ കോൺസെൻട്രേഷനും R0 തമ്മിലുള്ള ഇനീഷ്യൽ കോൺസെൻട്രേഷനും ഹാഫ് ലൈഫ് പീരീഡും തമ്മിലുള്ള ഒരു പ്ലോട്ട് നമുക്ക് ചിന്തിക്കാവുന്നുള്ളൂ അല്ലെ. സീറോ ഓർഡർ ആണെങ്കിൽ അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണ്, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതിൽ ഓർഡർ കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് ഈ ക്വസ്റ്റിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. അവര് ആദ്യമായി നിങ്ങൾക്ക് തന്നത് ആദ്യമായി നിങ്ങൾക്ക് തന്നത് റേറ്റ് കോൺസ്റ്റന്റിന്റെ വാല്യൂ ആണ്. ആ വാല്യൂ നോക്കിയാൽ എന്തായാലും ഓർഡർ കാണാൻ പോകുന്നില്ല. പിന്നീട് നിങ്ങൾക്ക് പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടർ ഓഫ് ദി അറീനസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു വാല്യൂ വരുന്നു അല്ലെ. നിങ്ങൾ അറീനസ് ഇക്വേഷൻ പഠിച്ചില്ലേ? ലോഗ് കെ ഈക്വൽ ടു, ഞാൻ അതിന്റെ ലോഗരിതമിക് ഫോം പറയാണ്, ലോഗ് കെ ഈക്വൽ ടു ലോഗ് എ മൈനസ് ഇ എ ബൈ ആർ ടി അല്ലെങ്കിൽ ഇ എ ബൈ 2.303 ആർ ടി. ഇതെന്താ അറീനസ് ഇക്വേഷൻ ആണ് അല്ലെ. ഇതിൽ നിങ്ങൾ നോക്കിയ ലോഗ് കെ ഈക്വൽ ടു ലോഗ് എ എന്നാ വരുന്നത്. നിങ്ങൾ ഫിസിക്സിൽ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി പഠിച്ചിട്ടുണ്ടായിരിക്കും. രണ്ട് ടേംസ് നിങ്ങൾക്ക് ഈക്വൽ ആയിട്ട് എഴുതണമെങ്കിലും അല്ലെങ്കിൽ രണ്ട് ടേംസിനെ ഇക്വേറ്റ് ചെയ്യണമെങ്കിലും രണ്ട് ടേംസിനെ ആഡ് ചെയ്യണമെങ്കിലും സബ്ട്രാക്ട് ചെയ്യണമെങ്കിലും എല്ലാത്തിനും അതിന്റെ യൂണിറ്റ് ഡയമെൻഷൻസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പൊ ഈ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടറിന്റെ ഡയമെൻഷൻ അവർ എത്രയാ തന്നെ? മോൾ, ലിറ്റർ ഇൻവേഴ്സ്, മിനിറ്റ് ഇൻവേഴ്സ് എന്നല്ലേ തന്നെ? എക്സാക്ട്ലി അതേ ഡയമെൻഷൻ തന്നെ ആയിരിക്കണം നിങ്ങളുടെ റേറ്റ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ എന്ന് പറയുന്നത്. കാരണം ഇത് രണ്ടും സെയിം ആയിരിക്കണം. ബിക്കോസ് അത് രണ്ടും നമ്മൾ ഒരേപോലെ ഡയമെൻഷൻ വരേണ്ട ക്വാണ്ടിറ്റി നമുക്കറിയാം. അപ്പോ ഇവിടെ കെയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് മോൾ, ലിറ്റർ ഇൻവേഴ്സ്, മിനിറ്റ് ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, കെയുടെ യൂണിറ്റിന്റെ ജനറൽ ഇക്വേഷൻ എന്താ? യൂണിറ്റ് ഓഫ് കെ കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്താ? പഠിച്ചിട്ടുണ്ടായിരിക്കും. മോൾ, ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു 1 മൈനസ് n സെക്കൻഡ് ഇൻവേഴ്സ് ഓർ ടൈം ഇൻവേഴ്സ്. അത് ഈ ക്വസ്റ്റ്യനിൽ മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ മിനിറ്റ് ഇൻവേഴ്സ് എന്ന് കൊടുത്തു. അപ്പോ നിങ്ങൾ ഇവിടെ നോക്കിയേ, മോൾ ലിറ്റർ ഇൻവേഴ്സ് റേസ് ടു 1 എന്നല്ലേ കാണാൻ പറ്റണേ, മിനിറ്റ് ഇൻവേഴ്സ് എന്നല്ലേ കാണാൻ പറ്റണേ. അത് ഞാൻ ഇതുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എനിക്ക് മനസ്സിലാവും ഈ വാല്യൂ ആണല്ലോ 1 മൈനസ് n അല്ലെ. അപ്പൊ 1 ഈക്വൽ ടു 1 മൈനസ് n ആണെങ്കിൽ n എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. സോ ആ പ്രീ എക്സ്പോണൻഷ്യൽ ഫാക്ടറിന്റെ വാല്യൂയുടെ യൂണിറ്റ് അവർ തന്നതിൽ നിന്നും ഞാൻ റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് കാൽക്കുലേറ്റ് ചെയ്തു. എനിക്കത് കിട്ടി. എത്രയാ? 0. ഓക്കെ, ഇത് വെച്ച് എനിക്ക് ഗ്രാഫ് ഐഡന്റിഫൈ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. എനിക്കറിയാം സീറോ ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ എനി nth ഓർഡർ റിയാക്ഷൻ ഹാഫ് ലൈഫ് പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് n ആണ്. ഓക്കെ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ റേസ് ടു 1 മൈനസ് n എന്താണോ അതാണ് ഹാഫ് ലൈഫ് പീരീഡിന്റെ പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്നത്. നമ്മുടെ ഓർഡർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോ ഹാഫ് ലൈഫ് പീരീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. അല്ലെങ്കിൽ നമുക്കറിയാം സീറോ ഓർഡർ റിയാക്ഷൻ എന്ന് പറയുന്നത്, സീറോ ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് പീരീഡിന്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചില്ലേ? എത്രയാ? R0/2k ആണല്ലോ. സോ ഇറ്റ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ നമ്മൾ ഒരു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് എടുക്കാൻ പോവാണ്. ആരും തമ്മിൽ, ഹാഫ് ലൈഫ് പീരീഡും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തമ്മിൽ. ഓക്കെ, അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ഗ്രാഫിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് R0യും ഹാഫ് ലൈഫ് പീരീഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആവണം. ഫസ്റ്റ് വൺ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, സെക്കൻഡ് വൺ ഇൻഡിപെൻഡന്റ് ആണ്, തേർഡ് വൺ എക്സ്പോണൻഷ്യൽ ഇൻക്രീസിംഗ് ആണ്, ഫോർത്ത് വൺ എന്ന് പറയുന്നത് ലീനിയർലി ഡിക്രീസിംഗ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ തന്നെ എടുക്കാം. ഓക്കെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഈസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കടാ. എന്താ പറയുന്നത്? ഡൈപോൾ മൊമെന്റ് ഓഫ് ദ മോളിക്യൂൾ 3 മോളിക്യൂൾ AB3 എന്ന് പറയുന്ന 3 ടൈപ്പ് മോളിക്യൂൾ തന്നിട്ടുണ്ട്. അതിന്റെ ഡൈപോൾ മൊമെന്റ് 0 തന്നിട്ടുണ്ട്, 0.2 ഡിബൈ തന്നിട്ടുണ്ട്, 1.5 ഡിബൈ ഒക്കെ തന്നിട്ടുണ്ട്. എങ്കിൽ ഇത് ആരൊക്കെ ആയിട്ട് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പോ നമുക്ക് BF3NH3NF3 ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വെച്ച് നോക്കാം. BF3NH3NF3 ഇത് സ്ഥിരമായിട്ട് കമ്പയർ ചെയ്യാറുള്ള മോളിക്യൂൾസ് ആണ് അല്ലെ. BF3NH3NF3 സ്ഥിരമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന മോളിക്യൂൾസ് ആണ്. നോർമലി NCERT-കകത്തൊക്കെ വെൽ കമ്പയർ ചെയ്തിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ഇത്. അപ്പൊ നിങ്ങൾ പരിചയപ്പെട്ട മോളിക്യൂൾ ആയിരിക്കും. BF3 എന്ന് പറയുന്നത് 3 ബോണ്ട് പെയറും 0 ലോൺ പെയറും വരുന്ന ട്രാഗണൽ പ്ലാനാർ ജോമെട്രിയിലുള്ള ആളാണ്. അത് 3 ഫ്ലൂറിൻ ഈക്വലി അതിന്റെ മൊമെന്റ് ഈ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് നെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 0 ആയിരിക്കും അല്ലെ. നോൺ പോളർ ആയിട്ടുള്ള ഒരു മോളിക്യൂളിന് എക്സാമ്പിൾ ആണ് BF3. അന്ന് അതേസമയം ഞാൻ NH3NF3 എടുക്കുകയാണെങ്കിൽ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള എക്സാമ്പിളാ. ഇതിന്റെ ഡൈപോൾ മൊമെന്റ് നോർമലി തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്ത് വരാറുണ്ട്. രണ്ടിനെയും ജോമെട്രി സെയിം ആണ്, ട്രയാങ്കിൾ ബൈപിരമിഡലാണ്, 3 ബോണ്ട് പെയറും 1 ലോൺ പെയർ ആണുള്ളത്. പക്ഷേ നൈട്രജനേക്കാൾ ലെസ് ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഇതിന്റെ ഡൈപോൾസ്, ബോണ്ട് ഡൈപോളുകളെല്ലാം വരുന്നത് നൈട്രജന്റെ ഡയറക്ഷനിലേക്കായിരിക്കും. ലോൺ പെയർ ഡൈപോൾ പിന്നെ ഓൾവേസ് ടോപ്പിലേക്കായിരിക്കും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഡൈപോൾ മൊമെന്റ് ആർക്ക് ഉണ്ടായിരിക്കും? നമ്മുടെ അമോണിയക്ക് ഉണ്ടായിരിക്കും. സോ ഇതിയുടെ മ്യൂ വാല്യൂ ഹൈ ആയിരിക്കും എന്ന് പറയാൻ പറ്റും. അതേസമയം NF3 എന്ന് പറയുന്നതിൽ ഫ്ലൂറിൻ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയതുകൊണ്ട് ഫ്ലൂറിൻ താഴോട്ടേക്ക് വലിക്കും അല്ലെ.
ഫ്ലൂറിൻ താഴോട്ടേക്ക് വലിക്കും, പക്ഷെ ഓർബിറ്റൽ ഡൈപോൾ മൊമെന്റ് എപ്പോഴും മുകളിലേക്ക് തന്നെ ആയിരിക്കും, ആണല്ലോ. അതിന്റെ ഭാഗമായിട്ട് ഒന്നും രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നത്. ബട്ട് ഇതുപോലെ എക്സാക്ട്ലി ക്യാൻസൽ ആവില്ല, കാരണം അത് ഒരേ വെക്ടേഴ്സ് ആണ് പോകുന്നത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വരുന്നത്. എന്നാ തേർഡ് വൺ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, ബട്ട് മാഗ്നിറ്റ്യൂഡ് എക്സാക്ട്ലി സെയിം ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒന്ന് ഓർബിറ്റൽ ഡൈപോൾ മൊമെന്റ്, ഒന്ന് ബോണ്ട് ഡൈപോൾ മൊമെന്റ് ആണ്, അല്ലെ. അപ്പൊ മ്യൂ എന്തായാലും നിയർലി 0 അല്ലെങ്കിൽ ലോ വാല്യൂ എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യന്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് മോളിക്യൂൾ തന്നെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഈ രീതിയിലേക്ക് വരുന്നുണ്ട്. അത്യാവശ്യം ഡൈപോൾ മൊമെന്റ് ഉള്ള ഒരാള് ഉണ്ട്, 0 വരുന്ന ഒരാളുണ്ട്, 0നോട് ക്ലോസ് ആയിട്ട് വരുന്ന ഒരാളുണ്ട്. അപ്പൊ എനിക്ക് വേണമെങ്കിൽ 0 വരുന്നത് BF3 ആണെന്നും അത്യാവശ്യം നല്ല ഡൈപോൾ മൊമെന്റ് വരുന്നത് NH3 ആണെന്നും 0നോട് ക്ലോസ്ഡ് ആയിട്ടുള്ളത് NF3 ആണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ട്രീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഇതിന്റെ അകത്ത് ഉണ്ടോ എന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് ക്രോസ് ചെയ്ത മോളിക്യൂൾ തന്നെ പെർഫെക്റ്റ്ലി മാച്ച് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോ എ ഓപ്ഷനിൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്, BF3 0 വരും. NH രണ്ടാമത് ഫസ്റ്റ് ഓപ്ഷൻ വരില്ല, NH3 0.2 വരില്ല, ഫസ്റ്റ് ഓപ്ഷൻ വരില്ല. ഓക്കെ, 0 BF3 ആയിരിക്കണം. അപ്പൊ സി ഓപ്ഷൻ ഒരു ചാൻസ് ഉണ്ട്, അല്ലെ. NF3 0.2 ആയിരിക്കണം, NH3 1.5. അപ്പൊ ഓക്കെയാണ്. അപ്പൊ നമുക്ക് സി ഓപ്ഷൻ എടുക്കാം. സി ഓപ്ഷൻ എടുക്കാം. എന്തായാലും ബി ഓപ്ഷൻ മാച്ച് ആവില്ല, കാരണം ClF3 എന്ന് പറയുന്നത് ഒരു ടി ഷേപ്ഡ് മോളിക്യൂൾ ആണ്. അതിന്റെ ഡൈപോൾ മൊമെന്റ് ഒരിക്കലും 0 ആവില്ല. പ്യോർ ജോമെട്രി ആണെങ്കിൽ മാത്രമേ അതിന്റെ ഡൈപോൾ മൊമെന്റ് 0 ആവുന്നുള്ളൂ. പിന്നെ അതുപോലെ ഡി ഓപ്ഷൻ ഒരു ചാൻസ് ഉണ്ട്, BF3 പോലെ BCl3 എന്താവാം, ഡൈപോൾ മൊമെന്റ് 0 ആവാം. പക്ഷെ രണ്ടാമത്തത് NH3 ആവാൻ പറ്റില്ല, കാരണം NH3ക്ക് അത്യാവശ്യം നല്ല ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അപ്പൊ പെർഫെക്റ്റ്ലി മാച്ചിങ് ആവുന്നത് സി ആണെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പറഞ്ഞത് ഓക്കെ ആണെന്ന് വരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രി ആണെന്ന് തോന്നുന്നു, അല്ലേ. വായിച്ചോക്കാം, ക്വസ്റ്റ്യൻ വായിച്ചോക്കാം. കോമ്പൗണ്ട് 1 അണ്ടർഗോസ് എന്താ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ വിത്ത് ഡൈബോറൈൻ. പഠിച്ചിട്ടുണ്ടല്ലേ, ആന്റി മാർക്കോണിക്കോ അഡീഷൻ ആണെന്നൊക്കെ പറഞ്ഞ് ആൽക്കോൾസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഡൈബോറൈൻ ഫോളോഡ് ബൈ ആൽക്കലൈൻ H2O ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രജൻ കുറഞ്ഞ ഭാഗത്തേക്ക് OH ഉം ഹൈഡ്രജൻ കൂടിയ ഭാഗത്തേക്ക് H ഉം വരുന്ന ഒരു ഹൈഡ്രേഷൻ റിയാക്ഷൻ വിച്ച് സിംപ്ലി ഫോളോസ് ആന്റി മാർക്കോണിക്കോ അഡീഷൻ. അറിയാം. അങ്ങനെ നമുക്ക് കോമ്പൗണ്ട് 2 കിട്ടി. എങ്ങനെയാ? എന്റെ കയ്യിൽ കോമ്പൗണ്ട് 1 ഉണ്ട്, ഞാൻ ഇതിനെ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത്. കോമ്പൗണ്ട് 1 ഉണ്ട്, ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ മെത്തേഡാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ മെത്തേഡ് ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന കോമ്പൗണ്ടിന്റെ പേരാണ് 2. ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൈബോറൈൻ ചേർത്തു, B2H6 ചേർത്തു, അല്ലെങ്കിൽ BH3 ട്വൈസ് ഞാൻ ചേർത്തു, അതിനുശേഷം H2O2 അക്വസ് ആൽക്കലി ചേർത്തു. അപ്പൊ എനിക്ക് 2 കിട്ടി. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് മോളിക്യൂൾ ഒരു ആൽക്കിൻ ആയിരിക്കണം, അല്ലെ. ആൽക്കിനിലേക്ക് ഹൈഡ്രോബറേഷൻ അല്ലേ. അതുവഴി നമുക്ക് കിട്ടുന്ന സെക്കൻഡ് മോളിക്യൂൾ ഒരു ആൽക്കോൾ ആയിരിക്കണം, റൈറ്റ്. അങ്ങനെ ആ സെക്കൻഡ് മോളിക്യൂളിന് അവർ പറയുന്നത് CrO3 ട്രീറ്റ് ചെയ്യാനാണ് പറയുന്നത്. CrO3 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, അല്ലെ. ഈ CrO3 ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന മോളിക്യൂൾ നോക്കിയാൽ അതൊരു കീറ്റോണാണ്. കീറ്റോൺ, ആ കീറ്റോണിന്റെ പേര് സ്ട്രക്ചർ അവർ തന്നിട്ടുണ്ട്, 2,3 ഡൈമിഥൈൽ സൈക്ലോഹെക്സനോൺ. അപ്പൊ സൈക്ലോഹെക്സനോൺ എന്താ? ഇതാ, അതിന്റെ 2ലും 3ലും മീഥൈൽ ഉണ്ടെന്നാ പറയുന്നത്. ഓക്കെ, ശരി. എന്തോ അവിടെ നിങ്ങൾക്ക് കിട്ടിയത് ഒരു കീറ്റോൺ ആണെങ്കിൽ നിങ്ങളുടെ ആൽക്കോൾ എന്തായിരിക്കണം? സെക്കൻഡറി ആൽക്കോൾ ആയിരിക്കണം. കാരണം പ്രൈമറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്താൽ ആൽഡിഹൈഡ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കോൾ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ആരാണ്? കീറ്റോൺ ആണ്. അപ്പൊ സെക്കൻഡ് ഓപ്ഷൻ ഒരു സെക്കൻഡറി ആൽക്കോൾ ആണ്, മനസ്സിലായി. ആ സെക്കൻഡറി ആൽക്കോളിന് വാട്ടർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മുടെ ആൽക്കിൻ, ആണല്ലോ. അപ്പൊ നമുക്കൊന്ന് റിവേഴ്സ് വന്ന് നോക്കണം. അപ്പൊ ഈ കീറ്റോണിനെ നമുക്ക് അതിന്റെ കറസ്പോണ്ടിങ് സെക്കൻഡറി ആൽക്കോൾ ആക്കി മാറ്റണം. അങ്ങോട്ടേക്ക് ഓക്സിഡേഷൻ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് റിഡക്ഷൻ നടത്തിയാൽ മതി. റിഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് 2 ഭാഗത്തും ഹൈഡ്രജൻ കൊടുത്താൽ മതി. അപ്പൊ കറസ്പോണ്ടിങ് കീറ്റോൺ കിട്ടും നമുക്ക്, ആണല്ലോ. സോറി, കറസ്പോണ്ടിങ് സെക്കൻഡറി ആൽക്കോൾ കിട്ടും. അപ്പൊ കറസ്പോണ്ടിങ് സെക്കൻഡറി ആൽക്കോൾ വരുന്ന മക്കളെ ഈ CH3ക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, ഇതിനൊന്നും സംഭവിച്ചിട്ടില്ല. ചേഞ്ച് വന്നത് ഇത് OH ആയിട്ടുണ്ടായിരിക്കും, ആണല്ലോ. ശരി, ഇനി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടാൻ രൂപത്തിലുള്ള ഒരു എന്ത് നമുക്ക് വേണം? ആൽക്കീൻ വേണം. അതിന് നമുക്കുള്ള ഓപ്ഷൻസ് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. അത് ഇങ്ങനെ ഒരാളെ കിട്ടാൻ വേണ്ടിയിട്ടേ, ഇങ്ങനെ ഒരു ആൽക്കോൾ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഈ 2 കാർബണിന്റെ ഇടയിൽ H ഉം OH ഉം ആഡ് ചെയ്താൽ പോരെ. ഞാൻ പറഞ്ഞല്ലോ ഇത് ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ മെത്തേഡ് ആണെന്ന്. ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ മെത്തേഡ് ആണെങ്കിൽ H ഉം OH ഉം ആഡ് ചെയ്തിട്ടുണ്ടാവും. OH വരുന്നത് ഹൈഡ്രജൻ കൂടുതലുള്ള ആന്റി മാർക്കോണിക്കോ പൊസിഷനിലേക്ക്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉള്ളത് നോക്കിയേ? 1 ഹൈഡ്രജൻ. ഇവിടെ OH വരുന്നതിന് മുമ്പ് എത്ര ഹൈഡ്രജൻ ഉണ്ടാവുക? 2 ഹൈഡ്രജൻ. അപ്പൊ ഞാൻ ഇവിടെയാണ് ഒരു ബോണ്ട് പ്ലേസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ നോക്കി ചിന്തിച്ചു നോക്കിയേ. റിവേഴ്സ് ആണ് ചിന്തിക്കേണ്ടത്. മുന്നോട്ടിലേക്കുള്ള റിയാക്ഷൻ ആന്റി മാർക്കോണിക്കോ അഡീഷൻ ആണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ റിവേഴ്സ് അതുപോലെ ചിന്തിക്കണം. ഞാൻ ഇവിടെ ഒരു ബോണ്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് 1 ഹൈഡ്രജനും ഇതിന്റെ അകത്ത്
സോറി പറഞ്ഞതിൽ മാറ്റണ്ട്. അതിൻ്റെ അകത്ത് ഒരു ഹൈഡ്രജൻ അല്ല, ഇത് ഫുള്ളി ബ്രാഞ്ചഡ് ആണ് അല്ലെ. ഇതിൻ്റെ അകത്ത് 1 2 3 4 4 ബോണ്ട് ആയിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഹൈഡ്രജനേ ഇല്ല, ഇതിൻ്റെ അകത്ത് ഒരു ഹൈഡ്രജൻ ഉണ്ട്. സോ ഡെഫിനറ്റ്ലി OH എങ്ങോട്ടേക്കാ പോവുക? ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ മെത്തേഡ് നടത്തി കഴിഞ്ഞാൽ OH ഇങ്ങോട്ടേക്ക് പോകും, H ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ പെർഫെക്റ്റ്ലി നിങ്ങൾക്ക് ഇത് കിട്ടുമല്ലോ. അപ്പൊ പിന്നെ അതിൽ നിന്ന് നിങ്ങൾക്ക് ഇതും കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു പോസിബിലിറ്റി ചിന്തിച്ചൂടെ? എവിടെ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് എവിടെ വരണം? രണ്ട് മീഥൈലിന്റെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം? ഈ രണ്ട് മീഥൈലിന്റെ ഇടയിലാണ് ഡബിൾ ബോണ്ട് എങ്കിൽ എന്താ പ്രശ്നം? ഇതിലേക്ക് ഹൈഡ്രേഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കൊരു ടെർഷറി ആൽക്കോള കിട്ടുക അല്ലെ. ടെർഷറി ആൽക്കോള കിട്ടുന്നുണ്ടാവുക. ടെർഷറി ആൽക്കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഇവിടെ OH ഇവിടെ H വരുന്ന രൂപത്തിലാണ്. അങ്ങനെ ഒരു ടെർഷറി ആൽക്കോൾ ഉണ്ടായി കഴിഞ്ഞാൽ അത് ഓക്സിഡൈസ് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് സെക്കൻഡറി ആൽക്കോൾ ആവണം. അപ്പൊ നമ്മൾ ആ സബ്സ്റ്റിറ്റ്യൂട്ടഡ് പൊസിഷനിലല്ല ഡബിൾ ബോണ്ട് ചിന്തിക്കേണ്ടത്, തൊട്ടിപ്പുറത്തെ പൊസിഷനിലാണ്. അതിൽ തന്നെ OH പെർഫെക്റ്റ്ലി വന്നിട്ടുള്ള എവിടെയാണ്? ഹൈഡ്രജൻ കൂടിയ ഭാഗത്തേക്കാണ്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് ഏത് ഓപ്ഷൻ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കി നോക്കാം. നോക്കടാ, ഓപ്ഷൻസ് ഒന്ന് നോക്കാം. നമ്മൾ ഈ പറഞ്ഞ പ്രകാരം ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് മാച്ചിങ് ആണല്ലോ അല്ലെ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ അവർ വാട്ട് ഇസ് ദ E0 വാല്യൂ ഓഫ് Fe3+ ബാർ Fe ആണ് ചോദിച്ചിട്ടുള്ളത്. റിഡക്ഷൻ പൊട്ടൻഷ്യൽ Fe3+ Fe ആവേണ്ട റിഡക്ഷൻ പൊട്ടൻഷ്യൽ വാല്യൂ എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. അതിൽ Fe3+ Fe2+ ആവുന്ന വാല്യൂ അവർ തന്നിട്ടുണ്ട്. അതുപോലെ Fe2+ Fe ആവുന്ന വാല്യൂ തന്നിട്ടുണ്ട്. നോർമൽ ക്വസ്റ്റ്യൻ. രണ്ട് പൊട്ടൻഷ്യൽ തന്നിട്ട് മൂന്നാമത്തെ ഒരു പൊട്ടൻഷ്യൽ ചോദിക്കുകയാണെങ്കിൽ നമുക്കതിന്റെ രണ്ട് റിയാക്ഷൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് തേർഡ് റിയാക്ഷനെ കുറിച്ച് ചിന്തിക്കാം എന്നുള്ളതാണ്. നിങ്ങൾ നോർമലി ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഫ്രീ എനർജി ഇക്വേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യുന്നു നോക്കി നോക്കാം. ഓക്കെ, അപ്പോ നമുക്ക് അവർ ആദ്യം തന്ന റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കാം. സോറി, നമുക്ക് ആദ്യം എന്താ വേണ്ടത് ആ റിയാക്ഷൻ എഴുതി നോക്കാം. അവർക്ക് വേണ്ടത് Fe3+ ബാർ Fe ആണ് വേണ്ടത്. അപ്പോൾ Fe3+ ബാർ Fe എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Fe3+ എന്തായി മാറണം? Fe ആവണം. അപ്പൊ Fe3+ 3 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തിട്ട് എന്തായി മാറണം? Fe ആവണം. ഇതാണ് എനിക്ക് വേണ്ടത്. എന്റെ കയ്യിലുള്ളത് എന്താ? എന്റെ കയ്യിലുള്ളത് ആദ്യം നിന്ന് Fe3+ ബാർ Fe2+ തന്നിട്ടുണ്ട്. അപ്പോൾ Fe3+ എങ്ങനെയാ മക്കളെ Fe2+ ആവുന്നത്? Fe3+ പ്ലസ് 1 ഇലക്ട്രോൺ ഗീവ്സ് Fe2+. ഓക്കെ, ഇത് അവർ തന്നിട്ടുണ്ട്. ഇതിന്റെ പൊട്ടൻഷ്യൽ വാല്യൂ 0.77 തന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അവർ പിന്നീട് തന്നത് Fe2+ എന്തായി മാറുന്നു? Fe ആയി മാറുന്നു. Fe2+ എങ്ങനെയാടാ Fe ആവണേ? 2 ഇലക്ട്രോൺ ഗെയിൻ ചെയ്തു. ഇതിന്റെ പൊട്ടൻഷ്യൽ എത്രയാ? -0.44 തന്നിട്ടുണ്ട്. ക്ലിയർ ആണ്? ഈ രണ്ട് പൊട്ടൻഷ്യൽ തന്നിട്ട് മൂന്നാമത്തെ ചോദിക്കുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഈ റിയാക്ഷന്റെ ഫ്രീ എനർജി ചേഞ്ചും ഈ റിയാക്ഷന്റെ ഫ്രീ എനർജി ചേഞ്ചും കൂടെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് തന്ന രണ്ട് റിയാക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലെന്ന് നോക്കാം. ഈസിയാണ്. നിങ്ങൾക്ക് വേണ്ടത് ആരെയാ? Fe3+. നിങ്ങൾക്ക് വേണ്ട റിയാക്ഷൻ Fe3+ ഉണ്ട്. എവിടെ വേണ്ട? ലെഫ്റ്റിൽ. ഓൾറെഡി ഫസ്റ്റ് റിയാക്ഷനിൽ Fe3+ ഉണ്ട്. എനിക്ക് വേണ്ട ഈ Fe3+ എന്റെ ഒന്നാമത്തെ റിയാക്ഷനിലുണ്ട്. എനിക്ക് വേണ്ട ഈ Fe എന്റെ രണ്ടാമത്തെ റിയാക്ഷനിലുണ്ട്. പ്രോപ്പർ സൈഡിലുള്ള എനിക്ക് ലെഫ്റ്റിലാണ് Fe3+ വേണ്ടത്, ക്വസ്റ്റ്യനിലുള്ളതും ലെഫ്റ്റിലാണ്. എനിക്ക് റൈറ്റിലാണ് Fe വേണ്ടത്, ക്വസ്റ്റ്യനിലുള്ളതും റൈറ്റിലാണ്. അപ്പൊ ഞാൻ തിരിക്കാനോ മറിക്കാനോ ഒന്നും ഇല്ല. ജസ്റ്റ് രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വേണ്ട റിയാക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രണ്ട് റിയാക്ഷൻ ഞാൻ ആഡ് ചെയ്താൽ എനിക്ക് തേർഡ് റിയാക്ഷൻ കിട്ടും. രണ്ട് റിയാക്ഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് റിയാക്ഷൻസിന്റെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള ഫ്രീ എനർജീസ് എന്താവും? സമമായി മാറും. അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും? ΔG3 തേർഡ് റിയാക്ഷന്റെ ഫ്രീ എനർജി എന്ന് പറയുന്നത് ΔG1 പ്ലസ് ΔG2 എന്ന് പറയാൻ പറ്റും. ഫ്രീ എനർജി എന്ന് പറയുന്നത്, ഒരാളുടെ ഫ്രീ എനർജി എന്ന് പറയുന്നത് -NFE ആണെന്ന് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ -N3FE3 ഈക്വൽ ടു -N1FE1 പ്ലസ് -N2FE2 എന്നുള്ള രൂപത്തിലേക്കായി മാറും. ഇതിന് നമ്മൾ സ്റ്റാൻഡർഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ N3E3 ഈക്വൽ ടു N1E1 പ്ലസ് N2E2 എന്നായിട്ട് മാറും. അതിലെ E3 എന്താണോ അതാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത്. N എന്ന് പറയുന്നതായ റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ്. അപ്പോൾ ക്ലിയർ ആണ്, തേർഡ് റിയാക്ഷൻ ഇൻവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺ എന്ന് പറയുന്നത് 3 അല്ലേ? 3 ആണ്. അതിന്റെ പൊട്ടൻഷ്യൽ E3 ആണ് എനിക്ക് വേണ്ടത്, ഞാൻ കാണാൻ പോകുന്നു. സെക്കൻഡ് റിയാക്ഷൻ N1 എന്ന് പറയുന്ന റിയാക്ഷനിൽ ഇലക്ട്രോൺ ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത് 1 ആണ്. അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.77 അവർ തന്നിട്ടുണ്ട്. ക്ലിയർ ആണ്. പിന്നീട് N2 എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് -0.44 തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണ് ഇത് ചെയ്യുകയാണെങ്കിൽ എത്രയുടെ വരിക? 0.77 പ്ലസ് 0.88 വരും. കറക്റ്റ് അല്ലടാ? സോറി, പ്ലസ് അല്ല, മൈനസ് ആ വരിക അല്ലെ? മൈനസ് വരും. അപ്പോ 3E3 എന്ന് പറയുന്നത് -0.11 വരും. ഓക്കെ ആണ്?
-0.11 എന്ന് വരും. അപ്പൊ E3 എന്ന് പറയുന്നത് -0.11 ഡിവൈഡ് ബൈ 3 എന്ന് വരും. ഇത് 12 ആണെങ്കിൽ 0.04 വരും അല്ലെ? അതിന്റെ ആൻസർ അപ്പൊ എത്ര വരിക? -0.11 ഡിവൈഡഡ് ബൈ 3. 11/3. 10/3 എത്ര വരുന്നത്? 3.3. 3.3നേക്കാളും കുറച്ചുകൂടെ കൂടും, മൈനസിൽ വരണം. അപ്പോ ഓപ്ഷൻ ഉണ്ടോ നോക്കാം. നമ്മൾ പറഞ്ഞത് -0.11/3 -0.33യേക്കാൾ കുറച്ചുകൂടെ കൂടുന്ന ഓപ്ഷൻ വേണം, മൈനസിൽ വരണം. അപ്പൊ ഡി ഓപ്ഷൻ അല്ല, ബെറ്റർ എ ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, നമ്മുടെ 6th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഓക്സൈഡിന്റെ അസിഡിക് നേച്ചർ കാൽക്കുലേറ്റ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് എന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ബെസ്റ്റ് ഡിസ്ക്രൈബ് ദ അസിഡിക് ബേസിക് ആംഫോട്ടിക് നേച്ചർ ഓഫ് ZnO and CaO? സിങ്ക് ഓക്സൈഡിന്റെയും കാൽസ്യം ഓക്സൈഡിന്റെയും നേച്ചർ ഇതിൽ ഏതാണ് ബെസ്റ്റ് എന്ന് ചോദിക്കുന്നത്. മക്കളെ, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, മെറ്റലിന്റെ ഓക്സൈഡുകളെല്ലാം ബേസിക് ആണെന്നും നോൺ മെറ്റലിന്റെ ഓക്സൈഡുകളെല്ലാം അസിഡിക് ആണെന്നും ന്യൂട്രൽ ആയിട്ട് ആകെ നമുക്ക് 4 ഓക്സൈഡേ ഉള്ളൂ. ഒന്ന് കാർബൺ മോണോക്സൈഡ്, ഒന്ന് നൈട്രിക് ഓക്സൈഡ് NO, ഒന്ന് ഈ നൈട്രസ് ഓക്സൈഡ് N2O, 4 എന്ന് പറയുന്നത് വാട്ടർ. ഓക്കെ, ബാക്കി ആംഫോട്രിക് മെറ്റൽസിന്റെ ഓക്സൈഡുകൾ എല്ലാം ആംഫോട്രിക് ആണ്. ആംഫോട്രിക് മെറ്റലുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ ബെറീലിയം പറയാം, സിങ്ക് ആംഫോട്രിക് മെറ്റലാണ്, ഗാലിയം ആംഫോട്രിക് മെറ്റലാണ്, അലൂമിനിയം ആംഫോട്രിക് മെറ്റലാണ്, ആന്റിമണി ആംഫോട്രിക് മെറ്റലാണ്, ടിന്ന് ആംഫോട്രിക് മെറ്റലാണ്. ആന്റിമണി അവിടെ നിൽക്കട്ടെ. ടിൻ ആംഫോട്രിക് മെറ്റലാണ്, ലെഡ് ആംഫോട്രിക് മെറ്റലാണ്. ഇതൊക്കെല്ലാം പൊതുവെ ആംഫോട്രിക് മെറ്റലാണ്. ഇവരുടെ ഓക്സൈഡുകളും എന്തായിരിക്കും? ആംഫോട്രിക് ആയിരിക്കും. ആംഫോട്രിക് മെറ്റൽസിന്റെ ഓക്സൈഡുകൾ ആംഫോട്രിക് ആയിരിക്കും. NO, N2O, CO, H2O ഇതെല്ലാം ന്യൂട്രൽ ഓക്സൈഡ് ആയിരിക്കും. മെറ്റലിന്റെ ഓക്സൈഡുകളെല്ലാം എന്തായിരിക്കും? അസിഡിക് ആയിരിക്കും. നോൺ മെറ്റലിന്റെ ഓക്സൈഡുകളെല്ലാം ബേസിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ പറഞ്ഞത് ബെർലിയം, സിങ്ക്, ഗാലിയം, അലൂമിനിയം, ടിന്ന്, ലെഡ് ഇതിന്റെ എല്ലാം ഓക്സൈഡുകൾ എന്തായിരിക്കും? ഇതെല്ലാം ആംഫോട്രിക് മെറ്റലാണ്. ഇതിന്റെ എല്ലാം ഓക്സൈഡുകൾ ആംഫോട്രിക് ആയിരിക്കും. NO, N2O, CO, H2O ഇതെല്ലാം ന്യൂട്രൽ ആയിട്ടുള്ള ഓക്സൈഡുകൾ. ഇത് മാത്രമേ ന്യൂട്രൽ ആയിട്ടുള്ള ഓക്സൈഡുള്ളൂ. ബാക്കി ബേസിക് ഓക്സൈഡ് എന്ന് പറയുന്നത് മെറ്റൽ ഓക്സൈഡുകളായിരിക്കും. അസിഡിക് ഓക്സൈഡ് എന്ന് പറയുന്നത് നോൺ മെറ്റൽ ഓക്സൈഡുകളായിരിക്കും. അപ്പൊ ഈ ഒരു സെൻസിൽ നിങ്ങൾ ഈ രണ്ട് ക്വസ്റ്റിനെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, സിങ്ക് എന്ന് പറയുന്ന ആംഫോട്രിക് മെറ്റലാണ്, അതിന്റെ ഓക്സൈഡ് ആംഫോട്രിക് ഓക്സൈഡ് ആയിരിക്കും. ഓക്കെ, കാൽസ്യം എന്ന് പറയുന്നത് നല്ലൊരു ആൽക്കലൈൻ എർത്ത് മെറ്റലാണ്, ബേസിക് ആണ്. അപ്പൊ അതിന്റെ മെറ്റലാണ്, അപ്പൊ അതിന്റെ ഓക്സൈഡ് എന്തായിരിക്കും? ബേസിക് ആയിരിക്കും. അപ്പൊ സിങ്കിന് ആംഫോട്രിക് ഓക്സൈഡ് ആയിട്ടും കാൽസ്യത്തിന്റെ ഓക്സൈഡിനെ എന്തായിട്ടും ബേസിക് ആയിട്ടും ട്രീറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിഫർ ചെയ്യാം എന്നുള്ളതാണ്. ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഓക്കെ, ഓപ്ഷൻസിൽ സിങ്ക് ആംഫോട്രിക്, കാൽസ്യം ഓക്സൈഡ്, ബേസിക്. അപ്പൊ നമുക്ക് തേർഡ് ഓപ്ഷൻ എടുക്കാം, C എടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒരു ആൽക്കീൻ തന്നിട്ടുണ്ട്, നിങ്ങൾ അതിനെ ഓസണലൈസ് ചെയ്യാൻ പോണ് O3 ZnH2O ഉപയോഗിച്ചിട്ട്. അതിനുശേഷം 2 ഇക്വലൻ ഗ്രിഗ്നാഡ്രിയന്റ് ട്രീറ്റ് ചെയ്ത് ഹൈഡ്രലൈസ് ചെയ്യും. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ, ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാ വരും നോക്ക്. നിങ്ങൾക്ക് അവിടെ തന്നിട്ടുള്ള ആൽക്കീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ലൈക്ക് ദിസ്, റൈറ്റ്? ഇവിടെ CH2 CH3 ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, താഴെ CH3 ഉണ്ട്, ഇവിടെ ഒരു ആൽക്കിന്റെ ഡബിൾ ബോണ്ട് ഉണ്ട്, ബെൻസീൻ റിംഗ് ഉണ്ട്. ഓക്കെ, ഇതിന് ഞാൻ ആദ്യം ചെയ്യാൻ പോണ ഓസോണലൈസ്. ഓസോണലൈസ് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഡബിൾ ബോണ്ട് ഞാൻ ക്ലീവ് ചെയ്യുന്നു, 2 ഭാഗത്തോട്ടും ഓക്സിജൻ ആഡ് ചെയ്യുന്നു. ഡബിൾ ബോണ്ടിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്, അത് ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഡബിൾ ബോണ്ടിൽ ഹൈഡ്രജൻ ഇല്ലെങ്കിൽ അവിടെ ഹൈഡ്രജൻ ഇല്ല, അത് കീറ്റോൺ ആയിട്ട് മാറും. എന്തായാലും ഇത് 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തു അല്ലെ? 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇതെന്തായിട്ട് മാറി? ആൽഡിഹൈഡ് ആയിട്ട് മാറി. നമുക്കൊരു ബെൻസാൽഡിഹൈഡ് കിട്ടിയിട്ടുണ്ട്. റെഡി? നെക്സ്റ്റ് പീസ് എന്ന് പറയുന്നത് ഈ ഭാഗം കീറ്റോൺ ആയിട്ട് മാറി. കീറ്റോൺ ആയിട്ട് മാറി എന്ന് പറയുമ്പോൾ ഈഥൈൽ മീഥൈൽ കീറ്റോൺ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ 2 പേരാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 2 പേരെയും അവര് പിന്നെ എന്ത് പറയുന്നുണ്ട്? ഈ 2നെയും എന്തുമായി ട്രീറ്റ് ചെയ്യുന്നുണ്ട്? ഫീനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ്, PHMGBr, ഗ്രിഗ്നാഡ്രിയന്റ്, 2 ഇക്വലന്റ് ഗ്രിഗ്നാഡ്രിയന്റ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം ആൽഡിഹൈഡും കീറ്റോണും ഗ്രിഗ്നാഡ്രിയനുമായി റിയാക്ട് ചെയ്തിട്ട് ആൽക്കോൾസ് കൊടുക്കും അല്ലെ? ഫൊമാൽഡിഹൈഡ് ആണെങ്കിൽ പ്രൈമറി ആൽക്കോൾ കൊടുക്കും, ബാക്കിയുള്ള ആൽഡിഹൈഡ് ആണെങ്കിൽ സെക്കൻഡറി ആൽക്കോൾ കൊടുക്കും, കീറ്റോൺ ആണെങ്കിൽ ടെർഷ്യറി ആൽക്കോൾ കൊടുക്കും. അപ്പൊ എനിക്ക് ഇവിടെ ഒരു ആൽഡിഹൈഡ് ഉണ്ട്, ഇത് സെക്കൻഡറി ആൽക്കോളിന് തരും. ഒരു കീറ്റോൺ ഉണ്ട്, ഇത് ടെർഷ്യറി ആൽക്കോളിന് തരും. ഒരു ആൽഡിഹൈഡിലേക്കും കീറ്റോണിലേക്കും ഗ്രിഗ്നാഡ്രിയന്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഗ്രിഗ്നാഡ്രിയന്റ് ആഡ് ചെയ്തിട്ട് ഹൈഡ്രലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ? ഗ്രിഗ്നാഡ്രിയന്റിലെ 6 കാർബണിലോട്ടേക്കും ഹൈഡ്രലൈസ് ചെയ്യുന്ന സമയത്ത് വരുന്ന H ഓക്സിജനിലേക്ക് സപ്ലൈ കഴിഞ്ഞാൽ ഡയറക്ട്ലി പ്രൊഡക്റ്റ് വരും. നിങ്ങൾ റിയാക്ഷൻ ബ്രീഫായിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതലായിട്ട് എഴുതാതെ
പ്രൊഡക്റ്റ് ഡയറക്ട്ലി കൺസിഡർ ചെയ്യാൻ പോവാണ്. ഇതിൽ രണ്ടിലും ആഡ് ചെയ്യാൻ പോകുന്നത് ഫീനൈൽ മെഗ്നീഷ്യം ബ്രോമൈഡ് ആണ്. അപ്പൊ ഞാൻ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, ഇവിടേക്ക് ഫിനൈൽ ഗ്രൂപ്പ് വരുന്നു, ഇവിടേക്ക് എച്ച് വരുന്നു, സെക്കൻഡറി ആൽക്കോളായി മാറി ആൽഡിഹൈഡ്. എഗെയിൻ ഞാൻ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നു, കാർബണിലേക്ക് ഫിനൈൽ ഗ്രൂപ്പ് വരുന്നു, ഇവിടേക്ക് എച്ച് വരുന്നു. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടാൻ പോകുന്ന ആൽക്കോൾ, സെക്കൻഡറി ആൽക്കോള് പ്രോബബ്ലി ഇങ്ങനെയായിരിക്കും. റെഡി? കിട്ടാൻ പോകുന്ന കീറ്റോൺ എന്ന് പറയുന്നത് കീറ്റോൺ അല്ല, ടെർഷ്യറി ആൽക്കോൾ. ഒരു ഫിനൈൽ ഗ്രൂപ്പ്, ഒരു മിഥൈൽ ഗ്രൂപ്പ്, ഒരു ഈഥൈൽ ഗ്രൂപ്പ്, OH. ഇങ്ങനെ 2 പോസിബിലിറ്റി ആയിരിക്കും എനിക്ക് കിട്ടുന്നുണ്ടാവും. ഓക്കെ, നോർമൽ റിയാക്ഷൻസ് ആണ് നടന്നിട്ടുള്ളത്. ഓപ്ഷൻസ് ഉണ്ടോ നോക്കാം. സെക്കൻഡറി ആൽക്കോള്, ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് അല്ലേ? ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ ഓക്കെയാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കെമിക്കൽ ബോണ്ടിങ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ അകത്ത് പറയുന്ന നോർമൽ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ എന്താണ് എന്നൊന്ന് വായിച്ചു നോക്കാം. Which among the following process are associated with increase in bond order but not change in diamagnetic or paramagnetic behavior? ബോണ്ട് ഓർഡർ കൂടണം, പക്ഷെ പാരാമാഗ്നറ്റിക് ഡയമagnetic ബിഹേവിയർ മാറാൻ പാടില്ല. നിങ്ങൾ വളരെ ബ്രീഫായിട്ട് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം, നോക്കടാ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഒരു മോളിക്യൂളിനകത്തുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 14 ആണെങ്കിൽ അതിന്റെ ബോണ്ട് ഓർഡർ വരുന്നത് എത്രയായിരിക്കും? 3 ആയിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺ 14 ആണെങ്കിൽ ബോണ്ട് ഓർഡർ വരുന്നത് 3 ആയിരിക്കും. നമ്പർ ഓഫ് ഇലക്ട്രോൺ 40 നിന്നും 0.5 വെച്ച് കുറയും തോറും ബോണ്ട് ഓർഡർ നോട്ട് 0.5. നമ്പർ ഓഫ് ഇലക്ട്രോൺ 1 വെച്ച് കുറയും തോറും 13, 12, 11, 10 അങ്ങനെ 1 വെച്ച് ഇലക്ട്രോൺ എണ്ണം കുറയും തോറും ബോണ്ട് ഓർഡർ 0.5 വെച്ച് കുറയും. 2.5, 2 അങ്ങനെ മാറും. നമ്പർ ഓഫ് ഇലക്ട്രോൺ 1 വെച്ച് ഇൻക്രീസ് ചെയ്യും തോറും 15, 16, 17, 18 അങ്ങനെ കൂടുന്തോറും ബോണ്ട് ഓർഡർ 0.5 വെച്ച് കുറയും. അല്ലെ? ഇങ്ങനെ ഒരു ഐഡിയ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലുള്ള വളരെ നല്ലതാണ്. പിന്നെ പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള സ്പീഷീസുകൾ ആരൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓഡ് ഇലക്ട്രോൺ സ്പീഷീസുകളെല്ലാം, ഇലക്ട്രോൺ ഓടായി വരുന്നവരെല്ലാവരും പാരാമാഗ്നറ്റിക് ആയിരിക്കും. അതുപോലെ 10 ഇലക്ട്രോൺ ആർക്കെങ്കിലും വന്നാൽ അവരും പാരാമാഗ്നറ്റിക് ആയിരിക്കും. 16 ഇലക്ട്രോൺ ആർക്കെങ്കിലും വന്നാൽ അവരും പാരാമാഗ്നറ്റിക് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം പാരാമാഗ്നറ്റിക് ആണ്. ഈ ഒരു 2 ഐഡിയ നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം നമ്മളോട് പെട്ടെന്ന് നോക്കാൻ പറഞ്ഞിട്ടുള്ള എന്താണ്? ബോണ്ട് ഓർഡർ കൂടണം, ബോണ്ട് ഓർഡർ ഇൻക്രീസ് ആവണം, പക്ഷെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ചേഞ്ച് ആവരുത്. ഓക്കെ, ബോണ്ട് ഓർഡർ ഇൻക്രീസ് ആവുന്നുണ്ടോ എന്ന് എങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും? പെട്ടെന്ന് ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇൻക്രീസ് ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ പാരാമാഗ്നറ്റിക് ആരാ ഡയമagnetic ആരാ എന്നുള്ളൊരു പിക്ചർ ഉണ്ടെങ്കിൽ മതി. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് അവർ പറയുന്നത് ഈ N2 എന്തായിട്ട് മാറുന്നു? N2+ ആയി മാറുന്നു പറയുന്നത്. മക്കളെ, N2ന്റെ അകത്ത് 14 ഇലക്ട്രോൺ ആണുള്ളത്. 14 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 3 ബോണ്ട് ഓർഡർ. N2 എന്ന് പറയുന്നത് ഡയമagnetic. അത് 13 ഇലക്ട്രോൺ ആവുന്ന സമയത്ത് ബോണ്ട് ഓർഡർ 2.5 ആവും. കറക്റ്റ് അല്ലേ? ബോണ്ട് ഓർഡർ കുറഞ്ഞു. അപ്പോൾ ഇത് എടുക്കണ്ട, കാരണം ബോണ്ട് ഓർഡർ കൂടുന്ന ഓപ്ഷൻ അവർ പറഞ്ഞേ. അപ്പൊ ഇത് എടുക്കണ്ട. അടുത്ത് നോക്കി മക്കളെ, O2++ 1 ഇലക്ട്രോൺ ആവുന്നവർ. O2 എന്ന് പറയുന്നത് എത്ര? 16 ഇലക്ട്രോൺ അല്ലേ? 16 ഇലക്ട്രോൺ ആകുമ്പോൾ ബോണ്ട് ഓർഡർ 2 അല്ലേ? 2. O2+ എന്ന് പറഞ്ഞാൽ എത്ര മക്കളെ? 15. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കടാ, 15 എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്? 14 3 ആണ്, 15 2.5 ആണ്, 16 ഇലക്ട്രോൺ 2 ആണ്. അപ്പോൾ ആദ്യം ഇരുന്നത് 16 ഇലക്ട്രോൺ 2 ബോണ്ട് ഓർഡറിലാണേ, അല്ലടാ. അത് 15 ഇലക്ട്രോൺ ആയ സമയത്ത് ബോണ്ട് ഓർഡർ എന്തായി? 2.5 ആയി. അപ്പൊ ബോണ്ട് ഓർഡർ കൂടിയിട്ടുണ്ട്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി നോക്കി ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞേ? ഓഡ് ഇലക്ട്രോണുകളെല്ലാം പാരാമാഗ്നറ്റിക് ആണ്, 10ഉം 16ഉം പാരാമാഗ്നറ്റിക് ആണെന്നാ പറഞ്ഞത്. എന്റെ ഓക്സിജൻ 16 ഇലക്ട്രോൺ ആണ്, അപ്പൊ അത് പാരാമാഗ്നറ്റിക്കാ. 15 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഓടാ, അതും പാരാമാഗ്നറ്റിക്കാ. അപ്പൊ നോക്കിയേ, പാരാമാഗ്നറ്റിക് തന്നെയാണ്, പക്ഷെ ബോണ്ട് ഓർഡർ എന്ത് ചെയ്തിട്ടുണ്ട്? കൂടിയിട്ടുണ്ട്. അപ്പൊ അവർ പറഞ്ഞ പ്രകാരം സെക്കൻഡ് ഓപ്ഷൻ ഓക്കെയാണ്. തേർഡ് ഓപ്ഷൻ കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലേക്ക് കിടക്കാവുന്നുള്ളൂ. O2 എന്തായിട്ട് മാറും മക്കളെ? O2- ആയി മാറും. O2 എന്ന് പറയുന്നത് 16 ഇലക്ട്രോൺ ആണ്, പാരാമാഗ്നറ്റിക് ആണ്, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. O2- എന്ന് പറയുമ്പോൾ 1 ഇലക്ട്രോണും കൂടെ അധികമായിട്ടുണ്ട്, 17 ഇലക്ട്രോൺ ആയിട്ടുണ്ട്. 17 ഇലക്ട്രോൺ ആകുന്ന സമയത്ത് പാരാമാഗ്നറ്റിക് തന്നെയാണ്, പക്ഷേ 17 ഇലക്ട്രോൺ ആകുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ബോണ്ട് ഓർഡർ പിന്നെയും കുറയാ ചെയ്യണേ, കൂടുന്നില്ല. ബോണ്ട് ഓർഡർ കൂടണം. അപ്പൊ ഇത് മാച്ചിങ് ആവുന്നത് O2+ ആവുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് ബോണ്ട് ഓർഡർ ഇൻക്രീസ് ആയിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടി സെയിം ആയിട്ട് നിൽക്കണം. പറയുന്നത് ഓക്കെയാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കാം. O2+ ആണ് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്, ഉണ്ടോ നോക്കാം. സെക്കൻഡ് മാത്രമാണ് വരുന്നത്. അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? പെർഫെക്റ്റ്. ഓപ്ഷൻ ബി എടുക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9 നോക്കടാ. വളരെ ഈസി ആയിട്ടുള്ള ഓർഗാനിക് കെമിസ്ട്രിയിലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഹൗ മെനി ബീറ്റ ഹൈഡ്രജൻസ് ആർ പ്രസന്റ് ഇൻ ദ മോളിക്യൂൾ 2-methyl phenyl pentan 1-al എന്നാ പറയുന്നത്. ഓക്കെ, ഈ മോളിക്യൂളിനകത്ത് എത്ര ബീറ്റ ഹൈഡ്രജൻ എന്ന് ചോദിച്ചാൽ നോക്കടാ, മോളിക്യൂൾ എന്തായിരുന്നു?
പെൻഡാൻ വണ്ണാൾ എന്ന് പറയുമ്പോൾ 5 കാർബൺ ഉണ്ട്. 5ാമത്തെ കാർബൺ അല്ല, സോറി, 1ാമത്തെ കാർബൺ അത് ആൽഡിഹൈഡ് ആണ്. ഇത് 1 ആൽഡിഹൈഡ് ആണ്. ഓക്കെ, ആൽഡിഹൈഡ് ആണ്. അതിന്റെ 2ാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ മീഥൈൽ ഗ്രൂപ്പിന് കൊടുത്തിട്ടുണ്ടേ. 3ാമത്തെ കാർബണിൽ ഫിനൈൽ ഗ്രൂപ്പ് ഉണ്ടെന്നാ പറഞ്ഞത്. ഫിനൈൽ ഗ്രൂപ്പ് ഞാൻ അതും പ്ലേസ് ചെയ്തിട്ടുണ്ട്. മോളിക്യൂൾ ഒക്കെ ആണല്ലോ. ദിസ് ഇസ് ദ മോളിക്യൂൾ 2 methyl 3 phenyl പെൻഡാൻ വണ്ണാൾ. ഇതിന്റെ അകത്ത് എന്തോരം ബീറ്റ ഹൈഡ്രജൻ ഉണ്ടെന്നാ പറഞ്ഞത്. എന്താ മക്കളെ ഈ ബീറ്റ എന്ന് പറഞ്ഞത്? ഫംഗ്ഷൻ ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്ത കാർബൺ ആൽഫ, അതിന്റെ തൊട്ടടുത്തുള്ള കാർബൺ ബീറ്റ. സോ ഈ ആൽഡിഹൈഡ് ആണല്ലോ ഫംഗ്ഷൻ ഗ്രൂപ്പ്, അല്ലടാ. അതിനോട് അറ്റാച്ച് ചെയ്ത ഈ കാർബൺ ആൽഫയാണ്, അതിന്റെ തൊട്ടടുത്തുള്ള കാർബൺസ് എല്ലാം എന്താണ്? ബീറ്റയാണ്. അപ്പൊ എത്ര ബീറ്റ എനിക്ക് കിട്ടി? ആൽഫ എന്ന് പറയുന്നത് ഒരു ടെർഷ്യറി ആയതുകൊണ്ട് തന്നെ 2 ബീറ്റ ഉണ്ടാവും. അപ്പൊ ഇത് 3 ബീറ്റ ഹൈഡ്രജൻ ആണേ. ഇവിടെ സോറി, ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഒരു ബീറ്റ ഹൈഡ്രജൻ. അങ്ങനെ 2, 3 എനിക്ക് കിട്ടാൻ പോകുന്ന 4 ബീറ്റ ഹൈഡ്രജൻ ആയിരിക്കും. പറഞ്ഞാൽ ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ അല്ലേ? അപ്പോ ഓപ്ഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. എത്ര ബീറ്റ ഹൈഡ്രജനാ? 4 ബീറ്റ ഹൈഡ്രജൻ ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി ഓക്കെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ മക്കളെ പറയുന്നത്? സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ടൈം പീരിയഡ് ഓഫ് ദ റെവല്യൂഷൻ ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ ബോർ 4th ഓർബിറ്റ് ഓഫ് ഹീലിയം പ്ലസ്? ബോർ റേഡിയസ് തന്നിട്ടുണ്ട്, ഇലക്ട്രോണിന്റെ മാസും പ്ലാങ്ക് കോൺസ്റ്റന്റ് എല്ലാം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോർമുല അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഓൾറെഡി ഫോർമുല ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടൈം പീരീഡ് ഫോർ ദ nth ഓർബിറ്റിനുള്ള ഫോർമുല സിംപ്ലി 1.5 × 10⁻16 n³/z² ആണ്. ഇത് ഫ്രീക്വൻസി ആവുകയാണെങ്കിൽ 6.5 × 10⁻16 സോറി 10⁻15 z²/n³ ആയിരിക്കും. എനർജിയുടെ ഇക്വേഷൻ ഒക്കെ നോർമൽ ആണ്. 2.18 × 10⁻18 z²/n². വെലോസിറ്റി ആണ് 2.18 × 10⁻6 z/n. റേഡിയസ് ആണെങ്കിൽ a0n²/z. ഇത്രയും ഫോർമുലാസ് എല്ലാം നിങ്ങൾ ബോർ റേഡിയസ് ഓഫ് nth ഓർബിറ്റുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഡയറക്ട്ലി മനസ്സിലാക്കി വെക്കുന്ന ആളുകൾക്ക് ഈ പറയപ്പെടുന്ന വാല്യൂസ് ഉപയോഗിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ടൈം കളയേണ്ട ആവശ്യമില്ല. സോ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്, വളരെ ഡയറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമുക്ക് ടൈം പീരീഡിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ടൈം പീരീഡ് ഓഫ് ദ nth ഓർബിറ്റ് ഓഫ് എനി ബോർ ഓർബിറ്റ് is given by 1.5 × 10⁻16 എന്താ വരുന്നത്? n³ n³ ഓർബിറ്റിന്റെ ക്യൂബ് ഡിവൈഡ് ബൈ ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസിന്റെ അറ്റോമിക് നമ്പറിന്റെ സ്ക്വയർ. അത്രയും മീറ്റർ ആ വരിക. ഓക്കെ, അവര് പറയണത് ഫെംറ്റോ സെക്കൻഡ്സിൽ പറയാനായിട്ടാണ് പറയുന്നത്. മീറ്റർ അല്ല, ടൈം പീരീഡ് അല്ലേ. ഐം സോറി സെക്കൻഡ്സിലാണ് വരിക. ഓക്കെ, ഇതിനെ ഫെംറ്റോ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഫെംറ്റോ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 10⁻15 സെക്കൻഡ്സ്. ദിസ് സിംപ്ലി കോൾഡ് ഫെംറ്റോ സെക്കൻഡ്. ഡയറക്ട്ലി കൊടുത്താൽ മതിടാ. 4th ഓർബിറ്റ് ആണ് പറഞ്ഞത്. അപ്പൊ n എത്രയായിരുന്നു? 4 ആ. ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് ആയിട്ട് ഇവരെ കൺസിഡർ ചെയ്യുന്നത് ഹീലിയം ആണ്. അപ്പോൾ അതിന്റെ അറ്റോമിക് നമ്പർ 2 വരുന്നത്. അപ്പൊ ഞാൻ അതിന്റെ അകത്ത് കൊടുത്താല് 1.5 × 10⁻16 അവിടെ നിൽക്കട്ടെ, ലാസ്റ്റിലേക്ക് കൊടുക്കാം. n³ എത്ര വരുന്നത്? 4³ എന്ന് പറയുമ്പോൾ 4 × 4 × 4 ഡിവൈഡ് ബൈ 2 z ഹീലിയം ആയതുകൊണ്ട് 2 ആണ്, 2². അപ്പൊ 2 × 2 × 10⁻16 സെക്കൻഡ്സ്. ക്ലിയർ ആണല്ലോ? ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനേ ഉള്ളൂ. ഈ 4ഉം ഈ ക്യാൻസൽ ആയി പോയി. സോ ബാക്കി വരുന്ന 1.5 × 16 × 10⁻16 സെക്കൻഡ്. എനിക്ക് 1.5 × 1.6 × 10⁻−15 ഒന്നുമില്ല, ഒരു 10⁻−1 ഞാൻ ഇങ്ങോട്ടേ കൊടുത്തു. ഇങ്ങനെ എഴുതിയാൽ ഇത് എന്നോട് ഫെംറ്റോ സെക്കൻഡ്സ് എന്ന് പറയുമല്ലോ. പിന്നെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഏത്? 1.5 × 1.6. 1.5 × 1.6 ഒന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് മൾട്ടിപ്ലൈ ആണെങ്കിൽ നമുക്ക് കിട്ടുന്നത് എത്ര വരുന്നത്? 2.4. അപ്പൊ 2.4 ഫെംറ്റോ സെക്കൻഡ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കുണ്ടെങ്കിൽ അത് എടുക്കാൻ പറ്റും. നോക്കാം. ഓക്കെ, നോക്കടാ. 2.4 ഫെംറ്റോ സെക്കൻഡ്. പെർഫെക്റ്റ്. 24 അല്ല, 0.24 അല്ല, 2.4. ബി ഓപ്ഷൻ ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ഡയറക്ട്ലി നിങ്ങൾ ടൈം പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല പഠിച്ചാൽ നമുക്ക് അത്ര ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ കാൽക്കുലേറ്റ് ചെയ്യാം. എനർജി, വെലോസിറ്റി ഓഫ് ദ nth ഓർബിറ്റ് അതെല്ലാം ഡയറക്ട്ലി പഠിച്ചു വെക്കുന്നത് നല്ലത്. ഓക്കെ, നമ്മൾ ഇക്വേഷൻസ് എല്ലാം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ, അവർ തന്ന വാല്യൂസ് എല്ലാം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ഇനിയും കോംപ്ലിക്കേറ്റഡ് ആവും, ഒരുപാട് സമയം എടുക്കും. ഓക്കെ, ടൈം പീരീഡ്, വെലോസിറ്റി, റേഡിയസ്, ഫ്രീക്വൻസി, എനർജി, ഇതിനുള്ള എക്സ്പ്രഷൻസ് nth ഓർബിറ്റിൽ നിങ്ങൾ എക്സ്പ്രഷൻ ഓൾറെഡി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓർഗാനിക് കെമിസ്ട്രിന്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് പ്രൊവൈഡ് ആൻ ആൽഡിഹൈഡ് ആസ് എ പ്രൊഡക്റ്റ്? ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് മോളിക്യൂൾ എന്ന് പറയുന്നത് ബെൻസോയിൽ ക്ലോറൈഡ് ആണ്. ആസിഡ് ക്ലോറൈഡ് ആണ്. ആസിഡ് ക്ലോറൈഡ് ഡയാൽക്കൽ കാഡ്മിയമായി ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലേ, ഡൈബെൻസൈൽ കാഡ്മിയം അവിടെ നിന്നിട്ടുള്ളത്.
നിങ്ങൾ കീറ്റോൺസിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആസിഡ് ക്ലോറൈഡ് ഡയാൽക്കൽ കാഡ്മിയം ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കീറ്റോൺ ആയിട്ട്. എന്നാൽ അതേസമയം ആസിഡ് ക്ലോറൈഡ് നമ്മൾ റോസൻമൺ റിഡക്ഷൻ ചെയ്യാണ്, ഹൈഡ്രജൻ പലേഡിയം ഓർ ബേരിയം സൾഫേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. പിന്നെ സി ആയിട്ട് അവർ പറയുന്നത് സയനൈഡാ. സയനൈഡിനെ സ്റ്റാനസ് ക്ലോറൈഡ് പ്ലസ് HCl ഫോളോഡ് ബൈ ഹൈഡ്രലൈസ് ചെയ്യാൻ പോവാ. അത് സിംപ്ലി സ്റ്റീഫൻസ് റിഡക്ഷൻ ആണ്. സ്റ്റീഫൻസ് റിഡക്ഷനിൽ സയനൈഡ് ആൽഡിഹൈഡ് ആയിട്ട് മാറും. തേർഡ് വൺ എന്ന് പറയുന്നത് ടൊളുവിനെ നിങ്ങൾ CrO2Cl2 CS2 ഇറ്റാഡ്സ് ഓക്സിഡേഷൻ നടത്താൻ പോവാ. ടൊളുവിൻ ബെൻസാൽഡിഹൈഡ് ആയിട്ട് മാറും. വളരെ ഈസി ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യനാ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് വണ്ണ് നമ്മുടെ ആസിഡ് ക്ലോറൈഡ്. ആസിഡ് ക്ലോറൈഡിനെ ഡയാൽക്കേൽ കാഡ്മിയമായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, R2CD ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? ഈ Cl പകരം R- വരും. അങ്ങനെ ആസിഡ് ക്ലോറൈഡ് കീറ്റോൺ ആയിട്ട് മാറും. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കീറ്റോണാ കിട്ടുന്നുണ്ടാവും, ആൽഡിഹൈഡ് കിട്ടില്ല. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ആസിഡ് ക്ലോറൈഡിനെ ഹൈഡ്രജൻ പലേഡിയം ഓർ ബേരിയം സൾഫേറ്റുമായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആൽഡിഹൈഡ് ആയിട്ട് മാറും. ആൽഡിഹൈഡ്. അപ്പോൾ സെക്കൻഡിൽ ആൽഡിഹൈഡ് ആയിട്ടാണ്. തേർഡ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ, സയനൈഡ്, അരോമാറ്റിക്കോ ആലിഫാറ്റിക്കോ എന്തോ ആവട്ടെ, സയനൈഡ് നിങ്ങൾ സ്റ്റാനസ് ക്ലോറൈഡ് പ്ലസ് കോൺസെൻട്രേറ്റഡ് HCl ഫോളോഡ് ബൈ ഹൈഡ്രലൈസ് ചെയ്യുകയാണെങ്കിൽ സയനൈഡ് എന്തായിട്ട് മാറുടാ? ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഓക്കെ, സയനൈഡ് ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റീഫൻസ് റിഡക്ഷൻ. തേർഡ് വൺ ടൊളുവിൻ ഇറ്റാഡ്സ് ഓക്സിഡേഷൻ നടത്താൻ പോകും നിങ്ങൾ. ഇറ്റാഡ്സ് ഓക്സിഡേഷൻ ഇൻ പ്രസൻസ് ഓഫ് CrO2Cl2 ഇൻ കാർബൺ ഡൈസൾഫൈഡ് ഫോളോഡ് ബൈ ഹൈഡ്രലൈസിസ്. ടൊളുവിൻ ഒരു ക്രോമിയം കോംപ്ലക്സ് എല്ലാം ഫോം ചെയ്ത് ബെൻസാൽഡിഹൈഡിലേക്ക് വരും. അപ്പോൾ ആൽഡിഹൈഡ് ആവാത്ത ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് റിയാക്ഷനാണ്. ഫസ്റ്റ് റിയാക്ഷൻ ഒരു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ ആൽക്കേൽ ഹാലൈഡിന്റെ ആസിഡ് ക്ലോറൈഡിലേക്ക്. അപ്പോൾ അതിൽ എന്തായാലും നമുക്ക് എന്ത് കിട്ടില്ല? ഈ പറയപ്പെടുന്ന ആൽഡിഹൈഡ് കിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏത് ഓപ്ഷൻ എടുക്കാം? എ എടുക്കാം. ഓക്കെ, എ അല്ലേ ഓപ്ഷൻ? കീറ്റോൺ വരുന്നത് എ ആണ്. കറക്റ്റ് ആണ്. പെർഫെക്റ്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. എഗെയിൻ ഓർഗാനിക് കെമിസ്ട്രിന്റെ അകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസി റിയാക്ഷൻ. ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. നിങ്ങൾക്ക് ഒരു സയനൈഡ് കോംപ്ലക്സ് തന്നിട്ടുണ്ട്. ഇതിനെ ഡൈബാലച്ചുമായി ട്രീറ്റ് ചെയ്യുന്നു. നിങ്ങൾക്കറിയാം സ്റ്റീഫൻസ് റിഡക്ഷനെ പോലെ ഡൈബാലച്ച് യൂസ് ചെയ്തിട്ട് ഹൈഡ്രലൈസ് ചെയ്യുകയാണെങ്കിൽ സയനൈഡ് എന്തായിട്ട് മാറും? ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഡബിൾ ബോണ്ട് ഒന്നും റെഡ്യൂസ് ചെയ്യില്ല എന്നുള്ളതാണ് ഡൈബാലച്ചിന്റെ പ്രത്യേകത. അതിനുശേഷം ഒരു സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റഡ് HCl ആണ് ഉപയോഗിക്കുന്നത്. ദാറ്റ് സിംപ്ലി കോൾഡ് ക്ലെമൻസൺ റിഡക്ഷൻ. ആൽഡിഹൈഡിനെ ക്ലെമൻസൺ റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ ആൽഡിഹൈഡ് എന്തായിട്ട് മാറും? ഹൈഡ്രോ കാർബൺ ആയിട്ട് മാറും. ആൽഡിഹൈഡിന്റെ COCH2 ആയിട്ട് മാറും. രണ്ടും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാവുന്ന ആൻസറേ ഉള്ളൂ. നോക്കാം. അപ്പോൾ നമ്മുടെ മോളിക്യൂൾ എന്ന് പറയുന്നത് IUPAC നെയിമേ പറയാൻ പറ്റുള്ളൂ. കോമൺലി ഡയറക്ട്ലി പേര് പറയാൻ പറ്റാത്തൊരു മോളിക്യൂളാണ്. ഓക്കെ, IUPAC നെയിം പറയുന്നത് സയനൈഡ് നമ്പർ 1 ഒക്കെ കൊടുത്തിട്ട് 3 അല്ലെങ്കിൽ 1 2 3 1 1 2 3 4 കറക്റ്റ് അല്ലേ? 1 2 3 4 4 ഫീനൈൽ ബ്യൂട്ടൈനൈട്രൈൽ എന്നൊക്കെ പറയാം. പേരിന് ഇവിടെ തൽക്കാലം പ്രസക്തി ഒന്നുമില്ല. നമുക്ക് റിയാക്ഷൻ മാത്രം മുന്നോട്ടേ കൊണ്ടുപോകാം. ഇതിലേക്ക് ഡൈബാലച്ച് ട്രീറ്റ് ചെയ്യുന്നു. ഡൈബാലച്ച് ട്രീറ്റ് ചെയ്തിട്ട് ഹൈഡ്രലൈസ് ചെയ്യുകയാണെങ്കിൽ ഈ സയനൈഡ് ആൽഡിഹൈഡ് ആയിട്ട് മാറും. അല്ലെ? അങ്ങനെയല്ലേ പഠിച്ചല്ലേ? സയനൈഡ് ആൽഡിഹൈഡ് ആയിട്ട് മാറും. ഈ ആൽഡിഹൈഡ് ആയിട്ട് മാറിയ 1-2 റിയാക്ഷൻസ് ചെയ്യുന്ന സമയത്ത് സയനൈഡ് ആൽഡിഹൈഡ് ആയിട്ട് മാറും. 1 2 കൂടെ ചെയ്യുന്ന സമയത്ത്. തേർഡ് റിയേജൻ എന്ന് പറയുന്നത് സിങ്ക് അമാൽഗം കോൺസെൻട്രേറ്റഡ് HCl ആണ്. ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൽഡിഹൈഡിന്റെ COCH3 ആയിട്ട് മാറും. ആൽഡിഹൈഡിന്റെ COCH2 ആയിട്ട് മാറും. ആൽഡിഹൈഡ് ആകുമ്പോൾ CO അല്ല CH ആണ് ഉണ്ടാവുക. COCH2H ആയിട്ട് മാറും. CH3 ആയിട്ട് മാറും. സോ യുവർ മോളിക്യൂൾ വിൽ ബി സംതിങ് ലൈക്ക് ഈസി റിയാക്ഷൻ. CnCH ആവുന്നു, CHO-CH3 ആവുന്നു. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. റെഡി? CnCH2 ആവുന്നു, CnCHO ആവുന്നു, CHO-CH3 ആവുന്നു. ഉണ്ടല്ലോ. ഓപ്ഷൻ ഡി എടുക്കുക അല്ലേ? അടുത്തിലേക്ക് പോവാം. അടുത്തത് നമ്മുടെ D and F ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. സ്റ്റെബിലിറ്റി ഓഫ് ഹാലൈഡ് എന്നൊക്കെ പറയുന്ന ഒരു ഭാഗം പറയുന്നുണ്ട്. അതിൽ നല്ല വ്യക്തമായിട്ട് ടെക്സ്റ്റിന്റെ അകത്ത് പറയുന്നുണ്ട്, higher oxidation state of an element is simply satisfied by fluoride, where a lower oxidation state simply satisfied. Higher oxidation states are satisfied by fluoride, lower oxidation states are satisfied by iodide. അങ്ങനെയാ പറയണം. അപ്പോ ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, ഓക്കെ, ഫ്ലൂറൈഡ്, ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ് ഞാൻ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ഏത് കുറയുന്നു? ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുന്നു. അപ്പൊ ഏറ്റവും നന്നായി ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ ആരെ സ്റ്റെബിലൈസ് ചെയ്യാം? ഫ്ലൂറിൻ. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റും കുറയും. അപ്പൊ ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിനെ സൂപ്പർ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആരാ? അയഡൈഡാ. അപ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ അയഡൈഡ് ഓക്കെ അല്ല, മനസ്സിലായി? ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഫ്ലൂറൈഡ് അത്ര ഓക്കെ അല്ല. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമുക്ക് ഇതിന് ആൻസർ പറയാവുന്നുള്ളൂ. ഇതിന്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് 2 എലമെന്റ്സിനാണ് കാണിച്ചുള്ളത്. ഒന്ന് വനേഡിയം, ഒന്ന് ആരാ? കോപ്പറ.
വനേഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4:3d3 അല്ലെ? വനേഡിയം, സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം. യെസ്, 23 4:3d3. 4:3d3. ഇതിന്റെ അകത്ത് ഹയർ ഓക്സിജൻ സ്റ്റേറ്റിന് സാധ്യമായ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 4sലുള്ള 2 3dയിലുള്ള 3. സോ ദ ഹയർ ഓക്സിജൻ സ്റ്റേറ്റ് ഓഫ് വനേഡിയം ഇസ് സിംപ്ലി +5. ഈ വനേഡിയത്തിന്റെ +5 ഏറ്റവും അടിപൊളിയായിട്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന ആർക്കായിരിക്കണം? ഫ്ലൂറൈഡിനായിരിക്കണം. അങ്ങനെയാണ് ഡിയാൻഡ് അപ്ലോക്ക് എലമെന്റ് പറയുന്നത്. ക്ലോറിനേക്കാൾ, ബ്രോമിനേക്കാൾ, അയഡിനേക്കാൾ. അപ്പൊ ഞാൻ പറയാ വനേഡിയത്തിന്റെ +5 ബെറ്റർ ഇൻ VF5 ദാൻ വാട്ട് VCl5. ക്ലിയർ? ഇനി കോപ്പറിലേക്ക് നമ്മൾ കിടക്കാണ്. കോപ്പർ ഒരു എക്സെപ്ഷണൽ ഓക്സിജൻ സ്റ്റേറ്റ് ഉള്ള മോളിക്യൂൾ ആണെന്ന് എല്ലാവർക്കും അറിയാം. 4s1 3d10 ആണ്. 4s1 3d10 ആയതുകൊണ്ട് തന്നെ ഇതിന് കാണിക്കാവുന്ന 2 ഓക്സിജൻ സ്റ്റേറ്റുകളാണുള്ളത് അല്ലെ? ഏതൊക്കെയാ? ഒന്ന് +1ഉം അക്വസ്റ്റേറ്റിൽ സ്റ്റേബിൾ ആയിട്ടുള്ള +2 ഉണ്ട്. ഓക്സിജൻ സ്റ്റേറ്റ് വഴി +1 ആണെന്നും അക്വസ്റ്റേറ്റിൽ +2 ആണെന്നും പഠിച്ചിട്ടുണ്ട്. +1 കുപ്രസ് എന്നും +2 കുപ്രിക് എന്നൊക്കെ പറയാറുണ്ട്. +1ഉം +2 ആണ് കോപ്പറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ്. അതില് +1 എന്ന് പറയുന്നത് ഹയർ ഓക്സിജൻ സ്റ്റേറ്റ് ഇതാ +2. ഹയർ ഈസ് ഓക്കെ ബൈ ഫ്ലൂറിൻ. ഇഫ് ദർ ഇസ് നോ ഫ്ലൂറിൻ, ക്ലോറിൻ ഓക്കെയാണ്. നോ ക്ലോറിൻ, ബ്രോമിൻ ഓക്കെയാണ്. ബട്ട് ഹയർ ഈസ് നോട്ട് ഓക്കെ ബൈ അയഡിൻ, റൈറ്റ്? അപ്പൊ ഞാൻ ഇവിടെ +2ലുള്ള ക്ലോറിനും അയഡിനും അവർ തന്നിട്ടുള്ളത്. ഒരിക്കലും CuI2 എന്തല്ല? സ്റ്റേബിൾ അല്ല. ഹയർ എന്ന് പറയുന്നത് ആരുടെ കയ്യിൽ ഓക്കെ അല്ല? അയഡൈഡിന്റെ കയ്യിൽ ഓക്കെ അല്ല. ഹയർ എന്ന് പറയുന്നത് ഫ്ലൂറൈഡിന്റെ കയ്യിലാണ് ഓക്കെ. ഫ്ലൂറൈഡ് അല്ലെങ്കിൽ ക്ലോറൈഡ്, ബ്രോമൈഡ് ഓക്കെ. അപ്പൊ CuI2 ഒട്ടും ഓക്കെ അല്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. CuCl2 ഓക്കെ ആണെന്ന് പറയാൻ പറ്റും. ഇത് രണ്ടും കൂടെ മാച്ച് ആവുന്ന കോമ്പിനേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു കോമ്പിനേഷൻ നിങ്ങൾക്ക് എടുക്കാം എന്നുള്ളതാണ്. ഓപ്ഷൻസ് കൂടെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, ഓപ്ഷൻസ് ഒന്ന് നോക്കടാ. വനേഡിയത്തിന്റെ ഫ്ലൂറൈഡ് ആണ് ബെറ്റർ ക്ലോറൈഡിനേക്കാൾ. ഫൈൻ, പെർഫെക്റ്റ്. കോപ്പറിന്റെ അയഡൈഡ് ആണ് ബെറ്റർ, ക്ലോറൈഡ് ആണ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ക്ലോറൈഡ് ആണ് ബെറ്റർ. ക്ലോറൈഡ് ബെറ്റർ ആവുന്ന ഓപ്ഷൻ ഡി അല്ലേ? ഡി എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ കോർഡിനേഷൻ കോമ്പൗണ്ട് ആത്തുള്ള ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരുപാട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും, പക്ഷെ വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. നോക്കടാ, നിങ്ങൾക്ക് ഒരു 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 സീക്വൻസ് അവിടെ തരുന്നുണ്ട് അല്ലെ? സീക്വൻസ് എന്ന് പറയുന്നത് നോക്കാം. ക്രോമിയം CrCl3 എന്ന് പറയുന്ന ആളെ എക്സസ് AgNO3 ട്രീറ്റ് ചെയ്യുമ്പോൾ 1 mol AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്ന പറയുന്നത്. എടാ, CrCl3 എന്ന് പറയുന്ന മോളിക്യൂളിന്റെ അകത്ത് ആക്ച്വലി 3 ക്ലോറിൻ ഉണ്ട്. പക്ഷേ 1 mol AgCl മാത്രമായിട്ടാണ് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം അതിൽ അയണൈസ് ചെയ്യപ്പെടാവുന്ന ക്ലോറിൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. അയണൈസ് ചെയ്യപ്പെടാവുന്ന ക്ലോറിൻ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ. ഞാൻ അതൊന്ന് കാണിക്കാം. എന്റെ മോളിക്യൂൾ ആരാ? CrCl3 ഇതിന്റെ അകത്ത് എനിക്ക് നമ്പർ ഓഫ് കോമ്പിനേഷൻസ് ചിന്തിക്കാം. ഈ 3 ക്ലോറിനും വെളിയിലാണെന്ന് ചിന്തിക്കാം. ഈ 3 ക്ലോറിനും വെളിയിലാണെങ്കിൽ 3 mol AgCl ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. 2 ക്ലോറിനാണ് വെളിയിൽ നിൽക്കുന്നെങ്കിൽ 2 mol AgCl ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. 1 ക്ലോറിനാണ് വെളിയിൽ നിൽക്കുന്നെങ്കിൽ 1 mol AgCl ആയിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അതൊക്കെ നോർമൽ കോമൺ സെൻസ് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുള്ളതാണ്? കോർഡിനേഷൻ കോമ്പൗണ്ട് വെർണർ തിയറിക്കകത്ത് പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഇവരിവിടെ പറയുന്നത് 1 mol AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നല്ലേ? അപ്പൊ എനിക്ക് മനസ്സിലായി 1 ക്ലോറിൻ മാത്രമാണ് വെളിയിലുള്ളത്. ഓക്കെ, അപ്പൊ അകത്തുള്ള കോമ്പോസിഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? 4 H2O ക്രോമിയം ഹെക്സാ കോർഡിനേറ്റഡ് ആണ് നോർമലി അല്ലേ? അപ്പൊ 4 H2O 2 ക്ലോറിൻ അകത്ത്. വെളിയിലൊരു H2 കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, സോ ദിസ് ഇസ് എ മോളിക്കുലർ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് കോൾഡ് P. ഓക്കെ, റെഡി. 1 mol AgCl പ്രസിപ്പിറ്റേറ്റ് ആവുന്നതുകൊണ്ട് 3 ക്ലോറിനിലെ 1 ക്ലോറിൻ പുറത്ത് വെച്ചു. അകത്ത് ഞാൻ ഹെക്സാ കോർഡിനേറ്റഡ് ആക്കിക്കൊണ്ട് 4 H2O 2 ക്ലോറിനും കൂടെ വെച്ചു. അപ്പൊ എനിക്ക് കിട്ടിയ വെറൈറ്റി ആണ് MA4B2 ടൈപ്പ്. MA4B2 ടൈപ്പ്. ഓക്കെ, ഫൈൻ. ഇനി ഒരു സീക്വൻസ് കൂടെ പറയുന്നുണ്ട്. ഞാനിപ്പോ പിയിലോട്ടേക്കാണ് പോയെ, ക്യൂവിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അതെന്താന്നുള്ളതും കൂടെ നോക്കാം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കി നോക്കണേ. ക്വസ്റ്റ്യൻ എന്താ പറയണേ? ഇതേ പി എന്ന് പറയുന്ന CrCl3 എന്ന് പറയുന്ന മോളിക്യൂളിലേക്ക് കോൺസെൻട്രേറ്റഡ് NH3 എക്സസ് ആഡ് ചെയ്തു. എടാ, കോൺസെൻട്രേറ്റഡ് NH3 എന്ന് പറയുന്ന സോൾവെന്റ് എക്സസ് ആഡ് ചെയ്തെന്ന് അവിടെയുള്ള എല്ലാ H2O NH3 ആയിട്ട് മാറും. അപ്പൊ CrCl3 എന്ന് പറഞ്ഞ സാധനം CrCl3 ആയി മാറി. ഇതാണ് ക്യൂ. ഈ ക്യൂ ഇല്ലേ, ഈ ക്യൂവിനെ അവർ എക്സസ് AgNO3 ട്രീറ്റ് ചെയ്തപ്പോ 3 mol AgCl പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നവർ. ഓക്കെ, റെഡി. അപ്പൊ അതെങ്ങനെയാ അവസ്ഥ എന്നുള്ളത് നോക്കി നോക്കാം. അപ്പോൾ ഇതിനെ എക്സസ് NH3 ട്രീറ്റ് ചെയ്ത സമയത്ത് ഡെഫിനറ്റ്ലി ഇവിടെ ഇനി ഉണ്ടാവാൻ പോകുന്ന വെറൈറ്റി എന്ന് പറയുന്നതിന്റെ അകത്ത് RNH3 ആണ് ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ചാൻസ് ഉണ്ട്. പുറത്ത് 3 ക്ലോറിൻ ആവാം, എങ്കിൽ 3 mol AgCl ഉണ്ടാവും. പുറത്ത് 2 ക്ലോറിൻ ആവാം, 2 mol AgCl ഉണ്ടാവും. 1 ക്ലോറിൻ ആണെങ്കിൽ 1 mol AgCl ഉണ്ടാവും. ഇവരിവിടെ പറയണത് 3 mol AgCl ഉണ്ടായിരുന്ന, അപ്പൊ പുറത്ത് 3 ക്ലോറിൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോ Cr പറ NH3 6 times പുറത്ത് 3 ക്ലോറിൻ എന്നല്ലേ പറഞ്ഞേ? 3 ക്ലോറിൻ ആയിരിക്കും. എന്നാൽ മാത്രമേ എന്ത് വരുള്ളൂ? 3 mol AgCl പെർ മോളിക്യൂല് വരുള്ളൂ.
അപ്പൊ ഇതാണ് പി, ഇതാണ് ക്യൂ. ഇയാള് MA6 ആണ്. MA6 ടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പി എന്ന് പറയുന്നത് MA4B2 ടൈപ്പ് ആണ്. MA4B2. ക്യൂ എന്ന് പറയുന്നത് MA6 ടൈപ്പ് ആണ്. ഇത്രയും മനസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഇതിന്റെ ഓപ്ഷൻസ് ഒന്ന് വായിക്കാൻ പോവാണ്. ഏതെങ്കിലും മാച്ച് ആവുന്നുണ്ടോ നോക്കാം. P shows geometrical isomerism. Definitely. P shows geometrical isomerism and absorb a light of higher wavelength than Q. P geometrical isomerism കാണിക്കും. P അബ്സോർബ് ചെയ്യുന്നത് ഹയർ വേവ് ലെങ്ത് ആയിരിക്കും ക്യൂനേക്കാൾ എന്ന് പറയുന്നത്. അത് കറക്റ്റാ. അതിന്റെ കാരണം എന്താണെന്ന് അറിയോ? എടാ, പിക്ക് എന്ത് കാണിക്കാം? ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കാം. കാരണം പി MA4B2 ആണ്. MA4B2ന്റെ അകത്ത് 6 ട്രാൻസും ഉണ്ട്. ക്യൂ ജോമെട്രിക്കൽ ഐസോമറിസം കാണിക്കില്ല. എന്തുകൊണ്ട് പി ഹയർ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പിക്കകത്തുള്ള 4 H2O ആണ്. H2O എന്ന് പറയുന്നത് വീക്ക് ലിഗാൻഡാ. എന്നാ ക്യൂ കാത്തുള്ള ആരാ? NH3 ആരാ? സ്ട്രോങ് ലിഗാൻഡാ. വീക്ക് ലിഗാൻഡ് ആണ് വരുന്നെങ്കിൽ മക്കളെ, ഇതിന്റെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കുറച്ചേ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. ΔO കുറവായിരിക്കും. വീക്ക് ലിഗാൻഡ് വരുമ്പോൾ. സ്ട്രോങ് ലിഗാൻഡ് ആണ് വന്നതെങ്കിൽ അതിന്റെ ΔO വളരെ കൂടുതലായിരിക്കും. അപ്പൊ വീക്ക് ലിഗാൻഡ് വരുമ്പോൾ ΔO കുറവാണെന്നും അത് ഇലക്ട്രോൺ എക്സൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറഞ്ഞ എനർജി എന്ത് ചെയ്താൽ മതി? അബ്സോർബ് ചെയ്താൽ മതി. എനർജി അബ്സോർബ് ചെയ്യുന്നത് കുറവായിരിക്കും, അതുകൊണ്ട് വേവ് ലെങ്ത് വളരെ കൂടുതലായിരിക്കും. അപ്പൊ ഞാൻ പറയാ, ΔO കുറവുള്ള പി എന്ന് പറയുന്ന മോളിക്യൂള് ലോ എനർജി ഹൈ വേവ് ലെങ്ത് റേഡിയേഷൻസ് ആയിരിക്കും അബ്സോർബ് ചെയ്യുക. അവരവിടെ ഓപ്ഷൻ്റെ അകത്ത് എന്താ പറഞ്ഞത്? പി ഷോസ് ജോമെട്രിക്കൽ ഐസോമറിസം, കറക്റ്റ് ആണ്, ആൻഡ് അബ്സോർബ് എ ലൈറ്റ് ഓഫ് ഹയർ വേവ് ലെങ്ത് ദാൻ ക്യൂ. ക്യൂനേക്കാൾ ഹയർ വേവ് ലെങ്ത് ആയിരിക്കും അബ്സോർബ് ചെയ്യുക. പെർഫെക്റ്റ്. ഓക്കെ, പിന്നെ അവർ എന്ത് ഓപ്ഷൻസാ പറയണമെന്നും കൂടെ നോക്കി നോക്കാം. എന്തായാലും മാച്ചിങ് ആണ്. ബാക്കിയുള്ളതിന്റെ അവസ്ഥ എന്താണെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ഓപ്ഷൻ കറക്റ്റ് എടുക്കാം. ബോത്ത് പി ആൻഡ് ക്യൂ ഷോ ജോമെട്രിക്കൽ ഐസോമറിസം. തെറ്റാ. കാരണം ക്യൂ എന്ന് പറയുന്നത് MA6 ആണ്. MA6ന്റെ അകത്ത് ജോമെട്രിക്കൽ ഐസോമറിസം ഇല്ല. ക്യൂ ഷോസ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയുന്നത് തേർഡ് ഓപ്ഷൻ തെറ്റാണ്. ചിന്തിക്കേ വേണ്ട. ഓക്കെ, പി ഷോസ് ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് അബ്സോർബ് എ ലോവർ വേവ് ലെങ്ത് ദാൻ ക്യൂ. പി എന്ന് പറയുന്നത് ക്യൂവിനേക്കാൾ ലോവർ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. ഹയർ വേവ് ലെങ്ത് ആയിരിക്കും അബ്സോർബ് ചെയ്യുക. ഓക്കെ, അല്ല നമ്മൾ പ്രൂവ് ചെയ്ത. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എ മാത്രമായിരിക്കും കേട്ടോ. ഓക്കെ, വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിക്കകത്തുള്ള ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോ കെമിസ്ട്രി ചോദിക്കുന്നത്. ഇലക്ട്രോ കെമിസ്ട്രിയിൽ ബാറ്ററി എന്ന് പറയുന്ന ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ അല്ലേ. ഈസി ക്വസ്റ്റ്യൻ ആണ്, തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. During charging and discharging of lead acid battery, the lead anode and grid of lead packed PB cathode electrolyte എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഏത് റിഡോക്സ് റിയാക്ഷൻ അവിടെ നടക്കാത്തതെന്നുള്ളതാണ് അല്ലെ. ഏത് റിഡോക്സ് റിയാക്ഷൻ ആണ് ഇവിടെ പോസിബിൾ അല്ലാത്ത എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ നടക്കുന്ന റിയാക്ഷൻസ് നമുക്ക് നോക്കാം. ആനോഡ് നടക്കുന്ന റിയാക്ഷൻ നോക്കണം. ആനോഡ് നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് PB എന്തായിട്ട് മാറുന്നു? PB2+ ആയിട്ട് മാറുന്നു ഡിസ്ചാർജിങ്ങിൽ. എപ്പോഴാ? ഡിസ്ചാർജിങ്ങിൽ. അപ്പൊ റീചാർജിങ്ങിൽ PB2+ PB ആയിട്ട് മാറും. കറക്റ്റ് അല്ലേ? ഇനി കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കി മക്കളെ. കാഥോഡിൽ PB2+ എന്തായിട്ട് മാറുന്നു? PB2+ എന്ന് പറയുന്ന ആള് PbO2 അല്ലേ? PbO2 ആകുമ്പോൾ PB4+ അല്ലേ? PB4+ എന്തായി മാറുന്നു? PB2+ ആയി മാറുന്നു. എവിടെ? ഡിസ്ചാർജിങ്ങിൽ. അപ്പൊ റീചാർജിങ്ങിൽ PB2+ PB4+ ആയിട്ട് മാറും. ഇതാണ് നോർമലി PB നടക്കുന്ന ചേഞ്ചസ്. ആനോഡിൽ PB2+ ആവുന്നു. കാഥോഡിൽ PB4+ PB2+ ആയി മാറും. ഡിസ്ചാർജിങ്ങിൽ നേരെ തിരിച്ചെടുത്ത റീചാർജിങ് ആവും. അപ്പൊ എ ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ, എ ഓപ്ഷന്റെ അകത്ത് എന്താ പറയണേ? PB2+ PB4+ ആവുന്നുണ്ട്. എവിടെ ആവുന്നേ? നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് പറയാൻ പറ്റും? PB2+ PB4+ ആകുന്നത് റീചാർജിങ് റിയാക്ഷൻ നടക്കുമ്പോഴാണ്. ഓക്കെ, PB2+ ആവുന്നു ഡിസ്ചാർജ് നടക്കുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നുണ്ട്. PB4+ PB ആവുന്നു, അങ്ങനെ ഒരു റിയാക്ഷൻ അതിൻ്റെ അകത്ത് പറയുന്നില്ല. PB ആയിട്ട് ഡിസ്ചാർജ്, PB ആയിട്ട് റെഡ്യൂസ് ആവുന്നില്ല. രണ്ട് PB2+കൾ PB4+ഉം PB ആയിട്ട് മാറുന്നു. കറക്റ്റ് ആണ്. PB2+ PB4+ ആവുന്നുണ്ട്, PB2+ PB ആവുന്നുണ്ട്. ഓക്കെ, പക്ഷെ PB4+ ഡയറക്ട്ലി എന്താവുന്നില്ല? PB ആവുന്നില്ല. അറ്റ് എ ടൈം 2 ഇലക്ട്രോണിന്റെ ചേഞ്ച് മാത്രമേ സംഭവിക്കുന്നുള്ളൂ, 4 ഇലക്ട്രോണിന്റെ ചേഞ്ച് ഇല്ല. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന റിയാക്ഷൻ ഈ പറയപ്പെടുന്ന ലെഡ് ആസിഡ് ബാറ്ററിക്കകത്ത് പോസിബിൾ അല്ല എന്ന് ക്ലിയർ ആണ്. നമ്മൾ സി ഓപ്ഷൻ എടുക്കാം. ഓക്കെ, നമ്മൾ 15 ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇതുപോലെ ബാക്കിയുള്ള ഇയേഴ്സിലെ മോക്ക് ടെസ്റ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക? സോൾവ് ചെയ്യുക. നമുക്ക് എക്സാമിൽ വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ചും ഓരോ ചാപ്റ്ററിൽ ഏതൊക്കെ രീതിയിലാണ് ചോദിക്കുന്നതിനെ കുറിച്ച് കറക്റ്റ് ഐഡിയ കിട്ടും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക നിങ്ങൾ. എനിവേ, മറ്റൊരു പേപ്പറുമായിട്ട് കാണാം. താങ്ക് യു.